2024 എന്ന ഒരു വർഷം അവസാനിക്കുമ്പോൾ അത് കഴിഞ്ഞ് 2025 കഴിഞ്ഞു. ഇന്ന് നമ്മൾ 2026 രണ്ടാം മാസത്തിലിരിക്കുക. ഓരോ വർഷം കഴിയുമ്പോൾ ആ വർഷങ്ങളിൽ ഉണ്ടാകുന്ന കണക്കുകൾ പല സംഭവങ്ങളെ ചേർത്തുകൊണ്ട് ഗവൺമെന്റ് പുറത്തുവിടും. 2024 നടന്ന റോഡ് ആക്സിഡന്റുകളെ കുറിച്ച് നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല. 2025 നടന്ന റോഡ് ആക്സിഡന്റിൽ 4000-ലധികം ജീവനുകൾ പൊലിഞ്ഞത് ടു വീലർ ബൈക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിലുണ്ടായ ആക്സിഡന്റുകളാണ്. 2024 നടന്ന മരണങ്ങളിൽ 10,779 മരണങ്ങൾ ആത്മഹത്യയായിരുന്നു എന്നാണ്. ആ വർഷം ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്നത് കേരളത്തിലാണ്. നമ്മളൊരു പ്രോഗ്രാമിന് വേണ്ടി ഒരു നന്മയുടെ സദസ്സ് വിളിച്ചു വരുത്തിയ ആളുകളെ ക്ഷണിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിൽ കാണണം. എന്താണ് ഇപ്പൊ ഇതിന്റെ ഒരു ആവശ്യം? ഇവിടെ 10,779 ജീവനുകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അവർക്ക് കാരണങ്ങളുണ്ടായിരുന്നു. സർക്കാർ പുറത്തുവിട്ട കണക്കിൽ ആദ്യം കൊടുത്ത കാരണം 30%-ലേറെയും ആളുകളുടെ പ്രശ്നം കുടുംബ പ്രശ്നമായിരുന്നു. നമ്മുടെ തലക്കെട്ടിന് അവിടേക്കാ പോണത്. കുടുംബം, സമൂഹം, ധാർമ്മികത. ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്തത് കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു. ഭാര്യയുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, കുടുംബമുണ്ടായിരിക്കെ എന്തിന്റെ പേരിലാണ് പിന്നെ മനുഷ്യൻ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത്? പഠിക്കാം. രണ്ടാമത്തെ കാരണം ഗവൺമെന്റ് പുറത്തുവിട്ടു, നാട്ടിലുള്ള തൊഴിലില്ലായ്മയാണ്. പണിയെടുത്ത് ജീവിക്കാൻ, പൈസ ഉണ്ടാക്കാൻ, പഠിച്ച മാർഗത്തിൽ ജോലി കിട്ടാത്ത അവസ്ഥ കാരണം കൊണ്ട് മരിച്ച അല്ലെങ്കിൽ ആത്മഹത്യ തെരഞ്ഞെടുത്ത ഒരുപാട് പേർ. മൂന്നാമത്തെ കാരണം ടെൻഷനും സ്ട്രെസ്സും ലഹരിയും വിഷാദങ്ങളും അടക്കം ചേർന്നതാണ് മൂന്നാമത്തെ കാരണം. അതിനേക്കാൾ താഴെ അതിലേറ്റവും അധികം കൂടുതൽ ആത്മഹത്യ ചെയ്തത് 18 വയസ്സിന്റെയും 45 വയസ്സിന്റെയും ഇടയിലുള്ള ചെറുപ്പക്കാരാണ്. അതിനു പുറമെ 10 പേരെ മാത്രം എടുത്ത് വായിക്കുകയാണെങ്കിൽ അതിൽ 10-ൽ 8 പേർ പുരുഷന്മാരായിരുന്നു. അത്രക്ക് സൂക്ഷ്മമായി പരിശോധിച്ച റിപ്പോർട്ട് പുറത്തുവിടുമ്പോ ഈ നാട് ചർച്ച ചെയ്യേണ്ടതില്ലേ ഈ വിഷയങ്ങൾ? ലോകത്ത് അമ്പിയാക്കന്മാർ, ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്നീ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളടങ്ങുന്ന ഈ സമൂഹം അടക്കം കോടിക്കണക്കിന് മനുഷ്യർ കുടുംബമായിട്ട് ജീവിക്കാണ്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകണമെന്ന അടിസ്ഥാന തത്വത്തെ പ്രയോഗവൽക്കരിക്കുന്ന വാക്കാണ് കുടുംബം. കുടുംബം തല്ലുണ്ടാകുന്നതാണെങ്കിൽ അത് കുടുംബാവൂല. കുടുംബം വഴക്കുണ്ടാവുന്ന സ്ഥലമാണെങ്കിൽ അത് ഒരു നിലക്കും അതൊരു കുടുംബത്തിന്റെ പവിത്രതയിൽ പെടൂല. അറബിയിൽ മസ്കൻ എന്നൊരു പ്രയോഗമുണ്ട്. മസ്കൻ എന്ന് പറഞ്ഞാൽ ആശ്വാസ കേന്ദ്രം എന്നാണ്. വീട് ആശ്വാസം ലഭിക്കണില്ലെങ്കിൽ വെറും ഒരു കെട്ടിടം മാത്രമാണ്. സ്കൂള് വിട്ട് വീട്ടിലേക്ക് വരാൻ ഒരു കുട്ടിക്ക് തോന്നണില്ലെങ്കിൽ ആ കുട്ടിയുടെ ആശ്വാസ കേന്ദ്രമല്ല വീട്. ജോലി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്റെ ഇണയോടൊപ്പം ചേരണമെന്ന് തോന്നാതിരിക്കുന്ന ഒരു വീടുണ്ടെങ്കിൽ അവിടെ ആശ്വാസമായി വന്നെത്തിയിട്ടുണ്ടാവില്ല. രാത്രിയുടെ എത്രയോ ഇരുട്ടുകൾ അപ്പുറം കടന്നു പോകുമ്പോഴും 12-നും 1 മണിക്കും അങ്ങാടിയിൽ, വളാഞ്ചേരി അങ്ങാടിയിൽ, കുറ്റിപ്പുറം അങ്ങാടിയിൽ, മൂടാലങ്ങാടിയിൽ ആളുകൾ തടിച്ചുകൂടുന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ കുടുംബമില്ലേ? പിന്നെന്തിനവർ ഇവിടെ വന്നിരിക്കണം? സിഗരറ്റ് വലിച്ച് ബസ് സ്റ്റോപ്പുകളുടെ ബാക്കിലിരുന്ന് അധാർമികതകളുടെ പലതിന്റെയും കുത്തൊഴുക്കിലേക്ക് പെട്ട് അകന്ന് ചാടിക്കൊണ്ടിരിക്കുമ്പോ ഇവർക്ക് മക്കളില്ലേ? ഇവർക്ക് കുടുംബമില്ലേ? ഇവരെ നിയന്ത്രിക്കാൻ ആളുകളില്ലേ? ഇവർക്ക് എന്താണ് പ്രശ്നം? നമ്മൾ ഇരുന്ന് വായിക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മനുഷ്യരുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന, ആദമേ നീയും നിന്റെ ഇണയും ഈ സ്വർഗത്തിൽ അങ്ങ് താമസിക്കുക. ആ സ്വർഗത്തിൽ താമസിക്കുന്ന സമയത്തും അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. ഒരു കാര്യം അവരോട് പറഞ്ഞു, ഫലാ തഖറബാ ഹാദിഹി ഷജറ, ഈ കാണുന്ന ഫലവൃക്ഷത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ രണ്ടുപേരും വരാൻ പാടില്ല. അതിൽ നിന്നത് കഴിക്കാൻ പാടില്ല. അതിനെ സമീപിക്കാൻ പാടില്ല. ഫതകൂനാ മിനൽ ളാലിമീൻ,
എങ്കിൽ നിങ്ങൾ അക്രമകാരികളായി മാറും. ഇതൊരു നിയമവ്യവസ്ഥയാണ്. മനുഷ്യൻ അവനുണ്ടാക്കുന്ന നിയമത്തിലല്ല ജീവിക്കേണ്ടത്. അവനുണ്ടാക്കുന്ന നിയമങ്ങൾക്ക് പോരായ്മയുണ്ടാകും. ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റാൾക്ക് തെറ്റായി തോന്നും. ഒരാൾക്ക് നല്ലതെന്ന് തോന്നുന്നത് മറ്റാൾക്ക് മോശമായിട്ട് തോന്നും. അതുകൊണ്ട് മനുഷ്യനല്ല മനുഷ്യന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. പടച്ച റബ്ബ് ചില നിയമങ്ങൾ അന്നും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷേ അവരെ രണ്ടുപേരെയും പിശാച് ആ ലക്ഷ്യത്തിൽ നിന്ന് വഴിതെറ്റിച്ചു. ആ മരത്തിന്റെ കായ്കനികൾ കഴിക്കാൻ ആവശ്യപ്പെട്ടു. പിശാച് അവരുടെ മനസ്സിലേക്ക് വസ്വാസ് ഉണ്ടാക്കി കൊടുത്തു. എന്താ ഒരു കായ്കനി തിന്നാ കുഴപ്പം? എന്താ അതുമാത്രം തിന്നാൽ എന്താ പ്രശ്നം? നിങ്ങളത് കഴിച്ചോളൂ, നിങ്ങൾക്ക് ശാശ്വതമായി സ്വർഗത്തിലെ സുഖം കിട്ടുമെന്നവരോട് ശൈത്താന് വ്യാമോഹിപ്പിക്കുകയാണ്. അതിൽ വീണു പോവുകയാണ്. അവസാനം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. അവിടുന്ന് അല്ലാഹു തആല ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. അന്ന് മുതൽ ഇനിയുള്ള കാലഘട്ടത്തിൽ എല്ലാവർക്കും ബാധകമാണ്. ആദമേ, ഇനി താമസിക്കേണ്ടത് ഭൂമിയിലാണ്. സ്വർഗത്തുനിന്ന് പുറത്താക്കപ്പെട്ടു. അവിടുന്ന് രണ്ടുപേരെയും പുറത്താക്കപ്പെട്ടു. പിന്നെ ദുനിയാവിലാണ് താമസം. അവിടെ താമസിക്കുമ്പോൾ ഒരു നിയമം നിങ്ങൾ പാലിക്കണം. അതെന്താ? എന്നിൽ നിന്ന് ഭൂമിയിലേക്ക് സന്മാർഗം വന്നുകൊണ്ടിരിക്കും. എന്തു ശരി എന്തു തെറ്റ്, ഏതാണ് ന്യായം ഏതാണ് അന്യായം, ഏതാണ് ക്രമം ഏതാണ് അക്രമം എന്ന് ആകാശലോകത്തുനിന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിലേക്ക് തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫമൻ തബിഅ ഹുദായ, എന്റെ സന്മാർഗം ആരാണോ പിൻപറ്റുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിക്കേണ്ടി വരില്ല, അവർക്ക് ടെൻഷൻ അടിക്കേണ്ടി വരൂല, അവരാകെ മാനസിക പിരിമുറുക്കത്തിന്റെ അടിമകളായി മാറൂല. അള്ളാന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നവർക്ക് സമാധാന ജീവിതമാണ് പ്രതീക്ഷിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടും ലോകത്ത് അമ്പിയാക്കന്മാർ എത്ര ലോകത്ത് കടന്നു വന്നു. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾക്കിടയിലാണ് ആദ്യത്തെ കൊലപാതകം നടന്നത്. ഒരു കുടുംബമായി ജീവിച്ചിരുന്ന ആദിമ മനുഷ്യർക്കിടയിൽ ഒരു കൊലപാതകം നടക്കാനുള്ള കാരണം എന്തായിരുന്നു? ഒരു മകൻ മറ്റൊരു മകനെ കൊല്ലാനുള്ള കാരണം അസൂയയായിരുന്നു. കുടുംബം തകർക്കുന്ന മാരകമായ വിപത്താണ് അസൂയ എന്നത്. ഒരു തിന്മയെയും നിങ്ങൾ നിസ്സാരമായി കാണണ്ട. അസൂയ മൂത്തിട്ടാണ് കൊലപാതകത്തിലേക്ക് എത്തിയത്. ഒരാളുടെ നേർച്ച സ്വീകരിച്ചു, മറ്റൊരാളുടെ നേർച്ച കുർബാന സ്വീകരിച്ചില്ല. ആ സമയത്താണ് പറയുന്നത്, നിന്നെ ഞാൻ കൊന്നുകളയും. അപ്പോഴാണ് മറ്റേ സഹോദരൻ പറയുന്നത്, നീ എന്നെ കൊന്നാലും എന്നെ തല്ലാൻ ശ്രമിച്ചാലും ഞാൻ ഒരിക്കലും എന്റെ കൈകൾ നിനക്കെതിരെ നീട്ടൂല. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ കൊലപാതകം നടന്നു. ഹാബീലിന്റെയും കാബീലിന്റെ ചരിത്രം വായിച്ചു നോക്കൂ. പിന്നീട് എത്രയെത്ര പ്രവാചകന്മാർ ലോകത്ത് കടന്നു വന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം വായിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നൂഹ് എന്ന് പറയുന്ന അധ്യായമുണ്ട്. ആ സൂറത്ത് മുഴുവനായും ഒരു പ്രവാചകന്റെ 950 കൊല്ലത്തെ ത്യാഗത്തിന്റെ കഥനങ്ങൾ അവിടെ പറയുന്നുണ്ട്. അല്ലാഹു തആലയോട് പറയാണ്, ഞാൻ എൻ്റെ നാട്ടുകാരെ രാത്രി പോയിട്ട് ക്ഷണിക്കും, അള്ളാഹനെ ആരാധിക്കണം, അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങണം, അള്ളാഹുവാണ് വലിയവൻ എന്ന സന്ദേശം അവിടുന്ന് 950 കൊല്ലം പഠിപ്പിക്കുകയാണ്. സുമ്മ ഇന്നി ദഅഉതുഹും ജിഹാറാ, ഉറക്കെ ഞാൻ പറയാൻ പറ്റുന്നിടത്ത് ഉറക്കെ പറഞ്ഞു. സുമ്മ ഇന്നി അഅലൻതു ലഹും വഅസ്റർതു ലഹും മിസ്റാറാ, രഹസ്യമായി പറയേണ്ടിടത്ത് രഹസ്യമായി പറഞ്ഞു, പരസ്യമായി പറയാൻ പറ്റുന്നിടത്ത് പരസ്യമായിട്ട് പറഞ്ഞു. ഞാൻ അവരോട് ആവർത്തിച്ച് പറഞ്ഞ വാക്കെന്താണ്? വത്തഖുല്ലാഹ വഅതിഊൻ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം, പ്രവാചകൻ എന്ന നിലക്ക് ഞാൻ പറയുന്നതൊന്ന് അനുസരിക്കണം. ഇത് ഹുദ കിട്ടുന്ന കാര്യമാണ്. ഇത് വഹി വന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്റെ വാക്ക് നിങ്ങൾ അനുസരിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. പക്ഷേ അവർക്ക് അന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ചു കഴിഞ്ഞു പോയ, മരണപ്പെട്ടു പോയ വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ പോലെയുള്ള മഹാരഥന്മാരായിരുന്ന നല്ലവരായിരുന്ന മനുഷ്യന്മാര്
അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കബറിടങ്ങളിൽ എടുപ്പുണ്ടാക്കി വെച്ചു. പിന്നെ പതുക്കെ ഇരിക്കാൻ തുടങ്ങി. അടുത്ത തലമുറ വന്നപ്പോൾ കുമ്മായിടാൻ തുടങ്ങി. പിന്നെ അവിടെ എല്ലാവരും പോയി ഇരുന്ന് സമാധാനം കണ്ടെത്താൻ തുടങ്ങി. പിന്നെ അവിടെ പ്രാർത്ഥനകൾ, ആരാധനകൾ എല്ലാം തുടങ്ങി വെച്ചു. അപ്പോഴാണ് നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പറയുന്നത്, നിങ്ങൾ ഇത് അവസാനിപ്പിക്കണം. റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കോളൂ, അല്ലാഹു തആല പാപങ്ങൾ പുറത്തു തരും. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ, നിങ്ങൾക്ക് എന്താണ് അള്ളാഹിനോടൊരു ഗാംഭീര്യം കാണാത്തത്? അപ്പൊ തിരിച്ച് ആ നാട്ടിലെ പ്രമാണിമാര് പറയാണ്, നൂഹേ, ഈ ആശയം കൊണ്ട് നീ ഇങ്ങോട്ട് വന്നാൽ നിന്നെ എറിഞ്ഞ് ഞങ്ങൾ കൊന്നുകളയും. എന്താ പഠിപ്പിച്ചത്? അള്ളാഹുവിലേക്ക് മടങ്ങണം. നമ്മുടെ ജീവിതത്തിന്റെ കുടുംബമാകട്ടെ, സാമ്പത്തികമാകട്ടെ, ഏതേത് മേഖലയാകട്ടെ, എനിക്ക് പടച്ചോൻ തന്നതാണ്, ഞാൻ പടച്ചോനനുസരിച്ച് ജീവിക്കേണ്ടവനാണെന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ നാട്ടുകാരിൽ ചിലരൊക്കെ വന്ന് പറയാണ്, നിന്നെ എറിഞ്ഞ് ഞങ്ങൾ കൊല്ലും. വേറെ ചില ഭീഷണികൾ അവർ പറഞ്ഞു. വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅ വലാ യഗൂസ വയഊഖ വനസ്റ. ഈ നൂഹ് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ആരും ഇതൊന്നും ഒഴിവാക്കണ്ട. നമുക്ക് വദ്ദിനെ ആരാധിക്കണം, നമുക്ക് സുവാഅ വേണം, നമുക്ക് യഗൂസ് വേണം, അവിടെ പ്രാർത്ഥിക്കണം, അവിടെ പൂജകൾ അർപ്പിക്കണമെന്ന് അവരെ തിരിച്ചു വിളിക്കുകയാണ് നാട്ടിലെ പ്രമാണിമാര്. നബി ആരുടെ ഭാഗത്താണ് നിന്നത്? നിങ്ങൾ വായിച്ചോ, സൂറത്ത് നൂഹ് വായിച്ചോക്ക്. നബി ആരുടെ ഭാഗത്ത് നിന്നത്? അള്ളാന്റെ ഭാഗത്ത് നിന്നു. എന്നിട്ട് നിരന്തരമായി ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിക്കാതെ പോയ 2 പേരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ. ഒന്ന് ഭാര്യ, മറ്റൊന്ന് മകൻ. ഒരു പ്രവാചകൻ ദഅവത്ത് നടത്തിയിട്ട് പോലും കുടുംബത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞോളണമെന്നില്ല എന്ന് നമ്മളും പഠിക്കണം. ചില ആൾക്കാർ പറയും, ഇത്ര വലിയ ആളാണെങ്കിൽ നിന്റെ ഭാര്യ എന്താ സ്വീകരിക്കാത്തത്? ഇത്ര വലിയ ആളാണെങ്കിൽ എൻ്റെ വാപ്പ എന്താ ഈ പറഞ്ഞ അംഗീകരിക്കാത്തത്? അതൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ആരെയും മനസ്സ് മാറ്റിയെടുക്കാനുള്ള കഴിവ് നമുക്ക് പടച്ചോൻ തന്നിട്ടില്ല. ഹിദായത്ത് കൊടുക്കേണ്ടത് പടച്ചോനാണ്. പക്ഷേ സങ്കടത്തോടെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യയോട് സംസാരിക്കുന്നുണ്ട്. അവസാനം പ്രളയം വരുന്നതിന്റെ മുമ്പ് മകന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. യാ ബുനയ്യ, പൊന്നുമോനെ, ഇർകം മഅനാ, ഞങ്ങളോടൊപ്പം നീ കപ്പലിൽ കയറി രക്ഷപ്പെടണം. ഫലാ തകും മഅൽ കാഫിരീൻ, ഈ കാഫിരീങ്ങളുടെ കൂട്ടത്തിലേക്ക് നീ പെട്ടുപോക. അപ്പോഴേക്കും ബാപ്പാനോട് മകൻ തിരിച്ചു പറയാണ്. അന്നത്തെ കാലത്തും ചില ന്യൂ ജനറേഷൻ ടീം ഉണ്ടായിരുന്നു. മകൻ പറയാണ്, വാപ്പാ, നിങ്ങളെ കാര്യം നോക്കിക്കോളി, നിങ്ങളെ നമ്മളെ പഠിപ്പിക്കാൻ വരണ്ട, നിങ്ങളെ കപ്പലിലേക്ക് നമ്മളില്ല. ഞാൻ ഏതെങ്കിലും മരത്തിന്റെ മുകളിൽ, കുന്നിന്റെ മുകളിൽ അഭയം പ്രാപിച്ചാലും ശരി, നിങ്ങളോടൊപ്പം രക്ഷയുടെ കപ്പലിൽ ഞാൻ കേറൂല. പാപ്പ കപ്പൽ കയറി, കപ്പലെടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അല്ലാഹുവേ, എന്റെ മോന് പടച്ചോനെ, അല്ലാഹുവേ, എന്റെ മോൻ എന്റെ കുടുംബത്തിൽ പെട്ടവനല്ല റബ്ബേ. കപ്പൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ നൂഹ് നബിയോട് അല്ലാഹ് പറയാണ്, യാ നൂഹേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ കുടുംബത്തിൽ പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹിൻ, അവൻ സൽക്കർമ്മകാരികളുടേതല്ലാത്ത പണി ചെയ്ത വ്യക്തിയാണ്. അവന് വേണ്ടി ഇനി നീ പ്രാർത്ഥിക്കണ്ട, അവന് വേണ്ടി നീ വിഷമിക്കണ്ട, അവനെ പിടിച്ച് കപ്പലിൽ കയറ്റാൻ ശ്രമിക്കണ്ട. അങ്ങനെ ആ മകൻ നഷ്ടപ്പെട്ടു. ഭാര്യനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ നരകത്തിലാണ്. വാപ്പ രക്ഷപ്പെട്ടതുകൊണ്ട് മക്കൾ രക്ഷപ്പെടൂല. ഭാര്യ നല്ല ഈമാനിയായി ജീവിച്ചുകൊണ്ട് വാപ്പളക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വാപ്പിമ്മി നന്നായി ജീവിച്ചുകൊണ്ട് മക്കൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. അള്ളാഹുവിന്റെ ഖുർആൻ ആണയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ഓരോരുത്തർക്കും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. പിന്നീടും അമ്പിയാക്കന്മാര് ലോകത്ത് പല മുക്കുകളിലായി എല്ലാ ഉമ്മത്തിലും താക്കീതുകാർ വന്നിട്ടുണ്ട്, ഓരോ പ്രദേശങ്ങളിലും വന്നിട്ടുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിലായിരുന്നു ജനിച്ചത്, ബാബിലോൺ എന്ന നഗരത്തിലായിരുന്നു. ഏകദേശം 5000-ന്റെയും 6000-ന്റെയും കൊല്ലത്തിന്റെ നടുവിൽ ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നാടെന്തായിരുന്നു അവസ്ഥ, കുടുംബം എന്തായിരുന്നു അവസ്ഥ ഒന്ന് വായിക്കണം നമ്മൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാപ്പ വിഗ്രഹ ആരാധകനായിരുന്നു. എന്നിട്ട് ആ വിഗ്രഹം വിൽക്കുന്നയാളായിരുന്നു.
അതിന്റെ പൂജാരിയെ പോലെ കൊണ്ടു നടക്കുന്നയാളായിരുന്നു. ഇബ്രാഹിം നബി എന്ന പ്രവാചകൻ എന്ന ചെറുപ്പക്കാരൻ പോയിട്ട് എന്താ പറയേണ്ടത്? ഞാൻ എൻ്റെ വാപ്പക്കാരണോമാരി എന്താ ചെയ്തത് അതാണ് ഞാൻ ചെയ്യുള്ളൂ. എന്നാ ഇബ്രാഹിം നബി എന്താ ചെയ്യേണ്ടത്? ആ വാപ്പാന്റെ പണി അങ്ങ് ചെയ്യണം. ഇബ്രാഹിം നബി ആ പണിക്ക് പോയില്ല. ബാപ്പക്കാരണോമാരി എന്താ ചെയ്തതെങ്കിൽ നമ്മൾ അതാണ് ചെയ്യേണ്ടത് എന്നാണ് വാദമെങ്കിൽ ഇബ്രാഹിം നബി വിഗ്രഹാരാധന സ്റ്റാർട്ട് ചെയ്യണം. ഇബ്രാഹിം നബി അതിന് പോയില്ല. നേരെ വാപ്പാനോട് ചെന്നിട്ട് പറയാണ്, യാ അബതി, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ലിമ തഅബുദൂ, നിങ്ങൾ എന്തിനെയാ ആരാധിക്കുന്നത്? മലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? കാണാത്ത, കേൾക്കാത്ത, ഉപകാര ഉപദ്രവം ചെയ്യാത്ത ഇമാതിരി വസ്തുക്കളെ എന്തിനാ ആരാധിക്കുന്നത്? ഇബ്രാഹിം നബിന്റെ വാപ്പയാണ് ഉണ്ടാക്കിയ ആള്. അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ക്രമീകരിച്ചെടുത്ത് ഇബ്രാഹിം നബിന്റെ വാപ്പയാണ്. സ്വയം ഉണ്ടാക്കിയിട്ട് അതിനോട് ആരാധിക്കണ പണി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാ ഞങ്ങൾ ഇത് ചെയ്യണത്? ബാപ്പാ, ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും ഇത് ഉപദേശിക്കുന്നത് ഞാൻ വലിയ ആളായിട്ടല്ല. യാ അബതി, എന്റെ പ്രിയപ്പെട്ട പിതാവേ, വാപ്പച്ചി, ഇന്നി അഖാഫു അലൈക്കും അദാബ യൗം, നാളെ അള്ളാന്റെ അദാബ് വരുന്ന ദിവസത്തിൽ എൻ്റെ വാപ്പാക്ക് അദാബ് ഉണ്ടാകാതിരിക്കാനാണ്, അത് പേടിച്ചിട്ടാണ് ഞാനിത് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. 4 പ്രധാനപ്പെട്ട വസിയത്ത വാപ്പാനോട് പറയണത്. യാ അബതി, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഖദ് ജാഅനി മിനൽ ഇൽം, നിങ്ങൾക്ക് കിട്ടാത്ത ചില ഇൽമ് എനിക്ക് കിട്ടിയിട്ടുണ്ട് വാപ്പാ. ഞാൻ പറയുന്നതൊന്ന് നിങ്ങൾ അനുസരിക്ക്. നാളെ പരലോകത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പറയാൻ വേണ്ടിയുള്ള അവസരമാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഞാൻ പറയുന്നത് അനുസരിക്ക്. അന്ന് വാപ്പൻ തീരുമാനിച്ചു. യാ ഇബ്രാഹിം, ഇബ്രാഹിമെ, മകനെ വിളിക്കണേ. കുടുംബത്തിന്റെ ഒക്കെ അടിത്തറയിലേക്ക് നമ്മൾ പോയത്. ഇബ്രാഹിം എന്ന മകനെ വാപ്പ വിളിക്കാണില്ല. ഇല്ലം തൻതഹി, ഈ വർത്താനം അവസാനിപ്പിച്ചില്ലെങ്കിൽ, ഈ പണി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ലഅർജുമന്നക, ഞാൻ എന്ന വാപ്പ മകൻ എന്ന നിന്നെ എറിഞ്ഞങ്ങ് കൊന്നുകളയും. വലയമസ്സന്നക മിന്നാ അദാബുൻ അലീം, വേദനിക്കുന്ന ശിക്ഷ ഈ നാട്ടുകാരിൽ നിന്ന് നീ അനുഭവിക്കേണ്ടി വരും. ഭീഷണി. നമ്രൂദിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് ജനങ്ങൾ പരാതി പറഞ്ഞു. ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ വിഗ്രഹങ്ങളെ തച്ചുടച്ചു പോയിട്ടുണ്ട്. അത് കേട്ടപ്പോ ഒരു കൽപ്പന പ്രഖ്യാപിച്ചു. എന്താ കൽപ്പന? അവിടെ തീക്കുണ്ടാരുണ്ടാക്കണം. എന്തിനാ? ഇബ്രാഹിമിനെ തീക്കുണ്ടാരത്തിലിട്ട് കത്തിക്കണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വാപ്പ ആ പണിയൊക്കെ ചെയ്തു വെച്ചു. നാട്ടുകാരെല്ലാരും കൂടിയിട്ട് പരാതി കൊടുത്തു. ഇബ്രാഹിം നബിനെ കൊണ്ടുപോയി തീക്കുണ്ടാരത്തിലെറിഞ്ഞു. അല്ലെ, നമ്മളൊക്കെ നാട്ടിലുണ്ടല്ലോ. ഈ ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചതുപോലെ നമ്മളെ നാട്ടിൽ, നമ്മളെ കുടുംബത്തിൽ പറഞ്ഞു നോക്കിയും നമ്മളെ ഗ്രൂപ്പ് നിന്ന് പുറത്താക്കും ആദ്യം. അതാ വലിയ പണിഷ്മെന്റ്. നമ്മളെ കുടുംബ ഗ്രൂപ്പ് നിന്ന് നമ്മൾ ആദ്യം പുറത്താക്കും. പിന്നെ മഹല്ലിൽ പോയിട്ട് പരാതി കൊടുക്കും. ഇങ്ങനെ ഒരാളുണ്ട് ആ നാട്ടില്, മൂപ്പരാണ് ആ നാട്ടിൽ എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത്. അങ്ങനെ നാട്ടിൽ ഒരു വലിയ ക്രിമിനലായിട്ട് മൂപ്പരെ ചിത്രീകരിക്കും. പിന്നെ കിട്ടുന്നയിടത്തും അങ്ങാടികളിൽ മറ്റൊക്കെ ഇങ്ങനെ ഒരുമാതിരി പരിഹാസത്തിന്റെ സംസാരങ്ങൾ ഇങ്ങനെ കൊമ്പ് കോർക്കാൻ തുടങ്ങും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ നാട്ടുകാർ കൊണ്ടുകൊടുത്ത ശിക്ഷ എന്തിന്റെ പേരില? അള്ളാനെ മാത്രം ആരാധിക്കണം. ഈ ജീവനില്ലാത്ത, കേൾക്കാനും കാണാനും അറിയാനും ഉപദ്രവം ചെയ്യാൻ പറ്റാത്ത വസ്തുക്കളെ വാപ്പാങ്ങൾ ആരാധിക്കല്ലേ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് തീക്കുണ്ടാരത്തിൽ എറിയാൻ പറഞ്ഞത്. എറിഞ്ഞു. പക്ഷെ അള്ളാന്റെ കാവല് അവിടുന്ന് പറഞ്ഞല്ലോ, കുനൂ ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഈ ഇബ്രാഹിമിന്റെ പേരിൽ തീയെ നീ ശാന്തമായി കൊടുക്കുക, തണുപ്പായി കൊടുക്കുക, സമാധാനമായി കൊടുക്കുക. ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നു വന്നു. തൗഹീദുള്ള, ഈമാനുള്ള, കരുത്തുള്ള മനുഷ്യർക്ക് അള്ളാഹുവിന്റെ അത്ഭുതകരമായ സുരക്ഷയുണ്ടാകുമെന്ന് പഠിപ്പിച്ച ആയത്താണത്. മൂസാ നബി അലൈഹി ഇസ്ലാം ചെങ്കടൽ കടക്കുന്നിടത്ത് എങ്ങനെയാണ് അതിനുള്ളിൽ നിന്ന് രക്ഷപ്പെട്ടത് ആലോചിച്ച് നോക്കി നിങ്ങൾ. സമുദ്രം രണ്ടായി പിളർന്ന് രക്ഷപ്പെടുത്തുക. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വായ്ക്കകത്തുനിന്ന് പുറത്തേക്ക് വരിക. അമ്പിയാക്കന്മാര് ലോകത്ത് കുടുംബമായി ജീവിച്ചവർക്കൊക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നു. അപ്പൊ എന്താണ് അവര് പരിഹാരം കണ്ടത്? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം
മക്കളിലൂടെയാണ് വല്ലാത്ത പരീക്ഷണങ്ങൾ അനുഭവിച്ചത്. ഒരു ഭാഗത്ത് മക്കളില്ലാതെ വിഷമിച്ച ഇബ്രാഹിം നബിനെ സക്കരിയ നബിനെ ഖുർആൻ പറയുന്നുണ്ട്. മക്കളില്ലാതെ വിഷമിച്ചിട്ട് അവർ പറയുന്നുണ്ട്, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, റബ്ബേ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ തരണേ. റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. സക്കരിയ നബി പറയുന്നുണ്ട്, വിശിഷ്ട ഗുണങ്ങളുള്ള മക്കളെ തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് സക്കരിയ നബിക്ക് യഹ്യാ നബിനെ കിട്ടിയത്, ഇസ്മായിൽ നബിയെയും ഇസ്ഹാഖ് നബിയെയും അടക്കമുള്ള നബിമാരെ കിട്ടിയത്. ഇബ്രാഹിം നബിയുടെ വല്ലാത്തൊരു പ്രാർത്ഥന കൊണ്ടായിരുന്നെങ്കിൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് 12 മക്കളുണ്ടായിരുന്നു. ഇത് മക്കളെ കൊടുത്തിട്ടുള്ള പരീക്ഷ. കുടുംബത്തിൽ അങ്ങനെ വരിക. ചിലപ്പം പണം കിട്ടിയിട്ടേക്കും പരീക്ഷിക്കാം, ചിലപ്പം പണം തരാതേക്കും പരീക്ഷിക്കാം, ചിലപ്പം ഭാര്യമാരെ പെട്ടെന്ന് കല്യാണം ശരിയാക്കിയിട്ടേക്കും പരീക്ഷണം വരിക, ചിലപ്പം കല്യാണം ശരിയാകാതെയായിരിക്കും വരിക. ഏത് കോലത്തിലും വരും. ഹൈറ് കൊണ്ടും ഷർറ് കൊണ്ടും പരീക്ഷിക്കപ്പെടും. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന വല്ലാത്തൊരു പ്രതിസന്ധി സൂറത്ത് യൂസുഫ് വിശദീകരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രായം കുറഞ്ഞതും അതുപോലെ തന്നെ താരതമ്യേന ഏറ്റവും നന്നായി യാക്കൂബ് നബിന്റെ സ്നേഹം കിട്ടിയിരുന്ന യൂസുഫിനെ കളിക്കാൻ കൊണ്ടുപോകണം. കുന്നിന്റെ മുകളിലേക്ക് ആടിനെ നോക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങളെ കൂടെ വിടണം, ഞങ്ങൾ നോക്കും, ഞങ്ങളുടെ ചങ്കാണോ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോണത്. കൊണ്ടുപോയിട്ട് ബാപ്പയുടെ സ്നേഹം കിട്ടാൻ മകനെ കൊണ്ടുപോയി ചെറിയ പൊന്നോര അനിയന്മാർ, അവൻ അനിയൻ എന്ന നിലക്ക് ജ്യേഷ്ഠന്മാർ കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റിലേക്ക്, ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവിടുന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നാട്ടിൽ വന്നിട്ട് വാപ്പാനോട് വന്നിട്ട് പറയാണ്, വാപ്പാ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കായിരുന്നു. കരഞ്ഞുകൊണ്ട് ചോര പുരണ്ട ഷർട്ടുമായി വന്നിട്ട് വാപ്പാനോട് കളവ് പറയാണ്, വാപ്പാ ഞങ്ങൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണതിന്റെ ഇടയിൽ ഒരു ചെന്നായ വന്നിട്ട് യൂസഫിനെ അങ്ങ് കടിച്ചു കൊണ്ടുപോയി. പ്രവാചകന്മാർക്ക് ലോകത്തുള്ള എല്ലാ വിവരങ്ങളും ഇവിടെ ഇരുന്ന ലൗഹുൽ മഹ്ഫൂദ് കാണുമെന്നൊക്കെ പ്രഖ്യാപിച്ച ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെങ്കിൽ ആ ബാപ്പ അവിടെ വെച്ചുകൊണ്ട് വല്ലാതെ വിഷമിച്ചു പോവുകയാണ്. എന്താണ് സംഭവം എന്ന് അറിയുന്നില്ല. മക്കളോട് പറയാണ്, മക്കളെ നിങ്ങൾക്ക് ശൈത്താൻ എന്തൊക്കെയോ തോന്നിപ്പിച്ചിരിക്കുകയാണ്, നിങ്ങളൊന്ന് യൂസുഫിനെ തിരഞ്ഞു നോക്ക്, അവൻ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് പോയി നോക്ക്. അറിയില്ല എന്താ സംഭവിച്ചെന്ന് വാപ്പക്കറിയില്ല. 30 കൊല്ലക്കാലം ബാപ്പ മകനെ ഓർത്ത് കരയുകയാണ്. കണ്ണിന്റെ നിറം വെള്ള നിറമായി മാറുകയാണ്. ആ സങ്കടത്തിൽ ഇരിക്കുമ്പോ ഏതെങ്കിലും ഒരു മഖാമിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നോ, ഏതെങ്കിലും ഒരു ദർഗ തേടി നടന്നോ, ഏതെങ്കിലും ഒരു ചരടെടുത്ത് കെട്ടിയോ, ഏതെങ്കിലും ഒരു ഏലസ് എടുത്ത് കെട്ടിയോ? ഇല്ല. ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഖാല യാക്കൂബ് നബി പ്രാർത്ഥിക്കുകയാണ്, മനമുരുകി തേടുകയാണ്. എവിടെയാ തേടുന്നത്? ഏതെങ്കിലും ഖബറുകളോട് പോയിട്ടല്ല, ഏതെങ്കിലും മനുഷ്യരുടെ മഖാമുകളിലേക്കല്ല, നേരെ അല്ലാഹുവിലേക്കാണ്. ഖാല അവിടുന്ന് പ്രാർത്ഥിച്ചു, ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ ആവലാതി, എൻ്റെ വേവലാതി, എൻ്റെ സങ്കടങ്ങൾ ഞാൻ അല്ലാഹുവിലേക്ക് നീട്ടുകയാണ്. പ്രാർത്ഥിക്കുന്നത് പടച്ച റബ്ബിനോടാണ്, സഹായങ്ങൾ ചോദിക്കുന്നത് റബ്ബിനോടാണ്. അവിടുന്ന് അവസാനം ആ സഹായം കിട്ടുകയാണ്, മകനെ തിരിച്ചു കിട്ടുകയാണ്. അതേ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന മകനായിട്ടാണ് തിരിച്ചു കിട്ടുന്നത്. പൊട്ടക്കിണറ്റിൽ നിന്ന് രാജാവിന്റെ പദവിയിലെ അവിടുത്തെ മന്ത്രിയായി മാറാൻ മാത്രം അത്ഭുതകരമായ ചരിത്രമാണ് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത്. കുടുംബം ഒരുപാട് പ്രതിസന്ധികളിൽ കടന്നു പോകുമ്പോൾ തെറ്റായ വഴികളിലേക്ക് പരിഹാരം തേടി നടക്കരുതെന്ന സൂചനയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രോഗമായിരുന്നു, പരീക്ഷണം. നല്ല പൈസ ഉണ്ടായിരുന്നു, കുറെ മക്കളുണ്ടായിരുന്നു, കൃഷി ഉണ്ടായിരുന്നു, കന്നുകാലികൾ ഉണ്ടായിരുന്നു. കുടുംബക്കാർക്ക് ഭയങ്കര സ്വീകരണമായിരുന്നു. കാരണം എന്താ? നല്ല പൈസ ഉണ്ട്. നമ്മളൊക്കെ കുടുംബക്കാർക്ക് ഭയങ്കര കാര്യമായിരിക്കും. നമ്മളത് ഉണ്ടെങ്കിൽ, നമ്മളെങ്ങാനും ഇല്ലാത്തവനായോ നമ്മൾ ആ കുടുംബത്തിൽപ്പെട്ട ആരും അല്ലാതായി മാറും. അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പഠിപ്പിക്കുകയാണ്. നല്ല പണവും സമ്പാദ്യം മുതലൊക്കെ ഉള്ള കാലത്ത് കുടുംബക്കാർ ഫുള്ള് വന്ന് അവിടെ തന്നെ ആയിരുന്നു. പിന്നീട് സമ്പത്തൊക്കെ പതുക്കെ പതുക്കെ ക്ഷയിച്ചു തുടങ്ങി. പിന്നീട് രോഗങ്ങൾ വരാൻ തുടങ്ങി. ഒരു മകനെ മരിച്ച് മറവ് ചെയ്താൽ അടുത്ത നിമിഷം വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് അടുത്ത മകൻ മരിക്കുകയാണ്. ഒന്നില്ലാതെ ഇടവിട്ട് ഓരോ മക്കൾ നഷ്ടപ്പെടുന്നു, സമ്പത്ത് കഴിഞ്ഞു പോകുന്നു, ജീവിത മാർഗങ്ങൾ ഇങ്ങനെ കുടുസായി വരികയാണ്. അവസാനം നാട്ടുകാർ വന്ന് ചിലർ പറയാൻ തുടങ്ങി, അയ്യൂബ് ഈ നാടിന്റെ ശാപമാണ്, അയ്യൂബിനെ ഇവിടുന്ന് സ്ഥലം മാറ്റണം. ഒരു രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യനെ നാട്ടിൽ നിന്ന് പുറത്താക്കണമല്ലോ.
ഈ രോഗം അത്രക്ക് മോശപ്പെട്ട രോഗം. ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വ്രണം പൊട്ടി ഒലിക്കുക. ഒരു പുറംപോക്ക് ഭൂമിയിലേക്ക് മാറി താമസിക്കാൻ പറഞ്ഞു. ആളുകൾ താമസിക്കുന്ന ഏരിയകളിൽ നിന്ന് മാറിയിട്ട് ആളുകളില്ലാത്ത പുറംപോക്ക് ഭൂമിയിലേക്ക് മാറി താമസിക്കാൻ പറഞ്ഞു. അവിടെ ഒഴിഞ്ഞു മാറിപ്പോയി. ഭാര്യ ഇങ്ങനെ നോക്കും, കുളിപ്പിക്കും, വൃത്തിയാക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. കുടുംബം എന്തിനാണ്? ഭാര്യ എന്തിനാണ്? ദാമ്പത്യം എന്തിനാണ്? ഞങ്ങൾക്ക് ലിവിങ് ടുഗദർ പോരെ. ലിവിങ് ടുഗദർ ഒരു പ്രയാസം വരുമ്പോ ആരാ കൂടെ ഉണ്ടാവുക? ജനിച്ച കുഞ്ഞിനെ സംരക്ഷിക്കാൻ ആരാ ഉണ്ടാവുക? വിവാഹം വേണ്ടെന്ന് പറയുന്നവർ പിന്നീട് തെരഞ്ഞെടുക്കുന്നത് സ്വവർഗരതിയാണ്. ആണും പെണ്ണും തമ്മിലാണ് പിന്നീട് തെരഞ്ഞെടുക്കുന്നത്. വിവാഹം വേണ്ടെന്ന് പറഞ്ഞവർ പിന്നീട് പ്രണയ ചാബല്യങ്ങളിലേക്കാ പോകുന്നത്. എത്രയെത്ര മാരകമായ അക്രമങ്ങൾ, കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപിച്ചു. ഏറ്റവും ഒടുവിൽ തൊടികപ്പുലത്ത് 14 വയസ്സുകാരിയെ 16 വയസ്സുകാരൻ മാനഭംഗപ്പെടുത്തി കൊല ചെയ്ത് കൈകൾ പിറകിലേക്ക് കെട്ടി കൊന്നൊടുക്കിയത് എന്തിന്റെ പിന്നിലാണ്? നമ്മൾക്കൊക്കെ സമൂഹത്തിൽ ഓരോരുത്തർക്കും ഇതൊക്കെ പഠിക്കാനും ചിന്തിക്കാനും ഉണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പോലെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം സൂറത്ത് മറിയമിൽ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ഭാര്യ ഇങ്ങനെ നോക്കി അവിടുന്ന് ഏറ്റവും നല്ല പരിചരണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും റബ്ബിനോട് അയ്യൂബ് നബി പ്രാർത്ഥിക്കുകയാണ്, അന്നീ മസ്സനിയല്ലുർ, എനിക്ക് വല്ലാത്ത വിപത്ത് ബാധിച്ചിരിക്കുന്നു റബ്ബേ, വഅൻത അർഹമുർ റാഹിമീൻ, നീയാണ് ഏറ്റവും കാരുണ്യം കാണിക്കുന്നവൻ. അർഹമുർ-റഹീമീൻ നീയാണ്. രോഗത്തിന്റെ തീക്ഷ്ണത അനുഭവിക്കുമ്പോഴും കരങ്ങൾ പടച്ചോനിലേക്കാണ് ഉയർന്നത്. കുടുംബത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ മഖാമുകൾ കേന്ദ്രങ്ങളായി പോകേണ്ടതില്ല, ദർഗകൾ വളർത്തേണ്ടതില്ല, അവിടെ പണമിട്ട് കൊടുക്കേണ്ടതില്ല, അവിടെ പൂജ നടത്തേണ്ടതില്ല, അവിടെ ഖത്മുൽ ഖുർആൻ വേണ്ട, അവിടെ യാസീൻ ഓതണ്ട, അവിടെ മുത്താൻ പോകണ്ട. അതൊരു പരിഹാരമല്ല. ആരാണ് ഖബറിൽ കിടക്കുന്നവർ? അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ്. ഇനി എന്തൊക്കെ കഴിവുള്ളവരാണെങ്കിലും അമ്പിയാക്കന്മാരുടെ മേലെയും അമ്പിയാക്കന്മാരുണ്ടായിരുന്നു. അവരാരും ആ സമീപനം സ്വീകരിച്ചിട്ടില്ല. ലോകത്ത് വരുന്ന അമ്പിയാക്കന്മാരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി ഉയർത്തി ഉണ്ടാക്കിയ ചര്യ ആരാണ് തുടക്കം കുറിച്ചത്? നമ്മുടെ നാട്ടില് കുടുംബത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എവിടുക്കാ പോണത്? തിരുവനന്തപുരത്തുള്ള ഭീമാപള്ളി ഉമ്മച്ചിന്റെ അവിടെ നിന്നിട്ട് ഉള്ള ആൾ ദർഗയിൽ കിടക്കുന്ന സയ്യിദ് മദനി വരേക്കുമുള്ള 100 കണക്കിന് മക്കാമുകളിലേക്ക് സിയാറത്ത് ടൂർ കൊണ്ടുപോകണം. എന്തിനാണ്? കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കും. എന്നിട്ട് ഓരോ സ്ഥലങ്ങളിലും കൊണ്ടുപോവുകയാണ്. അവിടുന്ന് നമ്മളിപ്പോൾ മൂടാല് മുതൽ അങ്ങനെ തുടങ്ങിയാൽ ഓരോ പ്രദേശത്തുമുള്ള മക്കാമുകളിൽ കൊണ്ടുപോയി പണമിട്ട് അവിടെ പ്രത്യേകതരം പ്രാർത്ഥനകളും ആരാധനകളും ചടങ്ങുകളും കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അയാൾക്കൊരു പ്രതീക്ഷയുണ്ടാവുകയാണ്, ഇന്നിൻ്റെ കാര്യങ്ങളൊക്കെ മൂപ്പര് നോക്കിക്കോളും. ആര്? ഔലിയാക്കള്. എന്നിട്ടോ ആരടുത്തേക്കാ പോണത്? ആരാണ് ഖബറിൽ കിടക്കുന്നത് പോലും അറിയാത്ത ആളുകളുടെ അരികിലേക്കാ പോണത്. ഇതാരാണ് ഈ ഖബറിൽ എന്ന് ചോദിച്ചാൽ അതൊന്നും അറിയില്ല. ഉരുമ്പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്, വെളിയങ്കോട് മർക്കാദി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഏതാ പേരെന്നറിയില്ല, ആളെ പേരെന്താന്നറിയില്ല, ആളെ സ്ഥലം ഏതാന്നറിയില്ല. ആ സ്ഥലത്തുള്ള മക്കാമിൽ കിടക്കുന്ന ബീവിക്ക് കറാമത്തുണ്ട്. എന്താ കറാമത്ത്? വെളിയങ്കോട് ഉമർക്കാദി കുഞ്ഞുമരക്കാർ ഷഹീദോരൊക്കെ ജനിച്ച നാട്ടിലാണ് അദ്ദേഹം ജനിച്ചത്, അല്ലെങ്കിൽ ആ പ്രദേശത്താണ് മക്കാമുള്ളത്. അബൂജഹലൊക്കെ ഏത് നാട്ടിലെ വളർന്നത്? ഉത്ബത്ത് ഏത് നാട്ടിലെ വളർന്നത്? ഷൈബത്ത് ഏത് നാട്ടിലെ വളർന്നത്? ഹനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മനാട്ടിലെ വളർന്നത് എന്ന് ഞാൻ ചോദിക്കാൻ കറാമത്തുണ്ടോ? ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അബൂലഹബിന്റെ കറാമത്തല്ലേ പറയേണ്ടത്? അബൂലഹബിന് എന്താ പറഞ്ഞത്? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, നശിക്കട്ടെ എന്ന് പറഞ്ഞത്. ആളുകളെ കൊണ്ടുപോവാണ് മക്കാമുകളിൽ നിന്ന് മക്കാമുകളിലേക്ക്. എന്നിട്ട് കറാമത്ത് കഥകൾ പറഞ്ഞ് കുടുംബത്തിലെ ആളുകളെ ത്രില്ലടിപ്പിക്കുന്നു. അതിലേക്ക് ആണും പെണ്ണും ഒക്കെ പോകും. ഉറൂസുകൾ നടത്തും, അവിടെ അപ്പവാണിപ നേർച്ചകൾ ഉണ്ടാക്കും, ഉത്സവങ്ങൾ നടത്തും. ആനയും നമ്പാരിയും ഖബറിൽ വന്ന് കൊടുക്കുകയാണ്. ഈ അടുത്ത് കാസർഗോഡ്, കണ്ണൂർ പ്രദേശങ്ങളിൽ ഖബറിന്റെ മേലെ കച്ചവടമാണ്. അവിടുത്തെ ഉത്സവത്തിന്റെ പേരിൽ ഖബറുകളുടെ മേലെ പലതും വെച്ചുകൊണ്ട് സ്റ്റാളുകൾ ഉണ്ടാക്കിയിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ് ഇത് സംഭവിച്ചത്?
ഇവിടെയാണ് പരിഹാരമായി കാണേണ്ടത് മതത്തിന്റെ ദീനിന്റെ അടയാളങ്ങളെ ആകുന്നതിന് പകരം മറ്റു തെറ്റായ വഴികളിലേക്ക് കടന്നുപോയി. കുടുംബത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ രണ്ടാമത് മനുഷ്യർ തെരയുന്നത് ഏതെങ്കിലും ഒരു ജ്യോത്സ്യ സമീപന രീതിയിലേക്ക്. അത് പല പേരുകളായി അറിയപ്പെടുന്നവരായിരിക്കും. ചിലർ ഇസ്ലാമിക ജ്യോതിഷം എന്ന് പറയും, ചിലർ സാധാ ജ്യോതിഷം എന്ന് പറയും, ചിലർ വേറെ പേരിട്ട് വിളിക്കും. ഏത് പേരുണ്ടെങ്കിലും അവിടെ ചെന്നിട്ട് എൻ്റെ മോളെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രയാസത്തിലേക്കാണ്, ഞങ്ങൾ എന്താ ചെയ്യേണ്ട? അപ്പം ഇങ്ങനെ നോക്കിയിട്ട് പറയും, ബാപ്പാക്ക് എന്താ പണി, ബാപ്പാക്ക് എന്നതാ പണി? നിങ്ങളൊരു പണി, നിങ്ങൾ 333 രൂപ വെറ്റിലയിൽ വെച്ച് ഇവിടെ വെച്ചിട്ട് കാണിക്ക വെച്ചോളും. അപ്പോൾ ഓല് 110 റുപ്യ അവിടെ നിന്ന് ഇങ്ങോട്ട് തരും. എന്നിട്ട് അതൊരു പേപ്പറിലൊക്കെ പൊതിഞ്ഞ കുറേ സാധനമൊക്കെ തന്നിട്ട് ഇത് വീടിൻ്റെ തെക്ക് വശത്ത് കൊണ്ടുപോയിട്ട് രാത്രി ആരും കാണാതെ ഇയും കൂടി കാണാതെ കുഴിച്ചിടണമെന്ന് പറയാം. എന്നിട്ട് അവൻ പോയിട്ട് കുഴിച്ചിടണം, കണ്ണും പൊത്തിയിട്ട് കുഴിച്ചിടുക. അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ ഇയാൾ പറയും എൻ്റെ കുടുംബത്തിന്റെ പ്രശ്നത്തിന്റെ കാരണം എന്താണെന്നറിയോ? അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുമാണ് എൻ്റെ വീട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഓളിന്റെ കുടിക്കോ അല്ലല്ലോ, അതൊന്നും നോക്കണ്ട. പിന്നെ ഈ പെണ്ണ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഈ കാണുന്ന പെണ്ണിന്റെ മുഖത്ത് ഉണക്കി ഞാൻ വെച്ചിട്ടുണ്ട്, ഉണക്കി ഞാൻ കാണിച്ചരച്ചിട്ട്, പിന്നെ ഇതുവരെ കുഴപ്പമില്ലാത്ത രണ്ട് കുടുംബേക്കും ഇയാൾ ഈ സാധനം പറഞ്ഞതോടുകൂടി ഇവരുടെ മനസ്സിനകത്ത് പിന്നെ ശത്രുവായിട്ട് ആരെ കാണാൻ തുടങ്ങി? അപ്പുറത്തെ വീട്ടിലൊരു ഉമ്മാന്റെ പേരുണ്ടാവും. എന്നിട്ട് പിന്നെ അത് വരുന്നതും പോണതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അടയാളം വെച്ച് നോക്കും. നാളെ ഞാൻ തന്നെ എന്തോ പാത്രം കഴുകാൻ വേണ്ടി പുറത്തേക്ക് പോയതാ, അത് നാളെ രാത്രി 10 മണിക്ക് ഞാൻ ആ പുറത്തേക്കണത് ഞാൻ കണ്ടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഏച്ചുകൂട്ടി പ്രശ്നങ്ങൾക്ക് പകരം പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആളുകളെ തമ്മിൽ തല്ലിക്കുന്ന ഇത്തരത്തിലുള്ള ജ്യോതിഷിമാരുടെ അരികിലേക്ക് പ്രശ്നം തീർക്കാൻ പോകുന്നവരെ, ഒരു ജ്യോത്സ്യന്റെ അടുത്ത് നിങ്ങൾ ചെന്നാൽ അയാളോട് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ചാൽ, അയാൾ പറയുന്നതൊക്കെ സത്യം നിങ്ങൾ വിശ്വസിച്ചാൽ അത് മാത്രം മതി. ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി തങ്ങൾക്ക് അവതീർണമായ ഗ്രന്ഥത്തെ നിങ്ങൾ നിഷേധിച്ചവനായി. അത് ഖുർആനിൽ വിശ്വാസമില്ലാത്തവരായി. വേറെ ഹദീസുകൾ കാണാൻ സാധിക്കും, 40 ദിവസത്തെ നമസ്കാരം പോലും സ്വീകരിക്കൂല. അത് ഏത് പേരിട്ട് വിളിച്ചാലും അത് പാടില്ലാത്ത പരിപാടിയാണ്. ഏലസുകളും തകിടുകളും കൊണ്ടുവന്നിട്ട് ചികിത്സിക്കുന്നവരെ പറ്റി എന്താ ഖുർആനിന്റെയും ഹദീസിന്റെയും വിശദീകരണത്തിൽ? മന്നല്ലക തമീമതൻ, ആരെങ്കിലും ഒരു ഏലസ് ബന്ധിച്ചാൽ ഫഖദ് അശ്റക, അവൻ അല്ലാഹുവിൽ ശിർക്ക് ചെയ്തവനാണ്. അരയിൽ കെട്ടി നടക്കുക, കയ്യുമ തെണ്ണമ്മ കെട്ടി നടക്കുക, കഴുത്തിൽ ജനിച്ച കുട്ടിന്റെ 3-ാം മാസം ഇട്ട് കൊടുക്കും, ചരടും കഴുത്തിൽ ഏലസും കെട്ടിക്കൊടുക്കും. ഇങ്ങനെ പരിഹാരമുണ്ടാകുമെന്ന് വിചാരിക്കുന്ന ആളുകൾ 3 കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഓൺലൈൻ മജ്ലിസുകളുണ്ട്. ഏത് മജ്ലിസുകളാണ്? സ്വലാത്ത് മജ്ലിസുകൾ, ദിക്ർ മജ്ലിസുകൾ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേ നമ്പർ വെച്ച് കുറെ ടീം കുടിയിലിരിക്കുന്നുണ്ട്. ഓരോ പേര് പറഞ്ഞ് പുതിയത് തുടങ്ങും. ഈ കാണുന്ന കുടുംബങ്ങൾ പോയിട്ട് അതിൽ ഇരിക്കുമ്പോൾ പോലും പറയും ടിവിന്റെ താഴങ്ങൾ വെള്ളം വെക്കണം പറയുമ്പോൾ 2 കുടം വെള്ളം കൊണ്ടുപോയി വെക്കും. ഓല് പറയും ഈ നമ്പറിൽ 1000 റുപ്യ അയക്കണം എന്ന് പറഞ്ഞാൽ 1000 അയച്ചു കൊടുക്കും. 4 വേണ്ടിൽ എൻ്റെ പ്രശ്നം തീരട്ടെ എന്ന് വിചാരിക്കും. കൂണ് പോലെ അങ്ങനെ മുളച്ചു പൊന്ത പുതിയ പുതിയ സാധനങ്ങൾ. സ്വലാത്തുൽ ഫാത്തിഹ് ഇന്ന് വരെ 10 കൊല്ലം വരെ നമ്മൾ കേൾക്കാത്ത പുതിയ സ്വലാത്ത് വന്നു. നൂറെ അജ്മീർ കിടക്കണ കേരളത്തിന്റെ പുറത്താ, പൈസ പിരിവ് ഇവിടെ നടക്കുന്നത്. നൂറെ അജ്മീർ, ഇഷ്കെ മദീന, ഹുബ്ബേ മദീന. ഇതാണ് കേട്ടപ്പോ പാവങ്ങളെ മനസ്സല്ലേ, ആ ഭക്തിയുള്ള സാധുക്കൾ ഉണ്ടല്ലോ, ഇവറ്റവള് പോയി കൊടുക്കുക. എന്നിട്ട് ഓരോ പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നവയെ ആ നാട്ടിൽ ചെന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. പലതും പൂട്ടിപ്പോയതിന്റെ ചരിത്രം നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഓരോ വ്യാജമായ ആശയങ്ങൾ കൊണ്ടുവന്ന്, പല ത്വരീക്കത്തുകളും പലതും കൊണ്ടുവന്ന് തട്ടിപ്പുകളായി നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ ഇതിങ്ങനെ പ്രചരിക്കുമ്പോൾ എത്ര ആയിരക്കണക്കിന് ആളുകളെ ടൂറിസ്റ്റ് ബസ്സും കയറിയിട്ട് അവിടെ പോയി കൊടുക്കുന്നത്. എന്താ അവർ വിചാരിക്കുന്നത്? ഞങ്ങളെ പ്രശ്നങ്ങൾ അവിടെ ചെന്നാൽ പരിഹരിക്കപ്പെടുമെന്ന്. എന്നാൽ അറിഞ്ഞോളൂ, അവസാനത്തെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഹാരം പഠിപ്പിച്ചെന്നു. എന്താ പരിഹാരം? അല്ലാഹുവിന്റെ ഖുർആനാണ്. അവസാനത്തെ ഹുദയുടെ ഗ്രന്ഥമാണ് ദാലിക്കൽ കിതാബ്. ആ വേദഗ്രന്ഥമുണ്ടല്ലോ ഖുർആന്, ലാ റൈബ ഫീ, അതിൽ സംശയം നിങ്ങൾക്ക് വേണ്ട, അതിൽ സംശയിച്ചു നിൽക്കണ്ട. ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സന്മാർഗത്തിന്റെ ഗ്രന്ഥമാണിത്. ഹുദല്ലിന്നാസ്, ജനങ്ങൾക്ക് എല്ലാവർക്കും സന്മാർഗമുണ്ട്. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, ഹൃദയത്തിനകത്ത് ശിഫ ലഭിക്കുന്ന ഗ്രന്ഥമാണിത്. വമൗഇളത്തുൻ, ഇത് സാരോ
സാരോപദേശമാണ്, തദ്കിറത്തുൻ ഇത് ഉത്ബോധനമാണ്, എന്തെല്ലാം പേരാണ്. നൂറുൻ ഇത് പ്രകാശമാണ്, ഫുർഖാനുൻ സത്യവും അസത്യവും വേർതിരിച്ചു തരുന്ന ഗ്രന്ഥമാണ്. ഇതിൽ പരിഹാരമുണ്ട്. എന്താ പരിഹാരം? അത് കലക്കി പിന്നാണത്തിൽ എഴുതി കുടിക്കലല്ല, അത് കെട്ടിപ്പൂട്ടി വെക്കലല്ല. അതെന്താ പരിഹാരം? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും. മക്കയിലുണ്ടായിരുന്ന ജനങ്ങൾ ഒരുപാട് വെല്ലുവിളികൾക്കിടയിലാ ജീവിച്ചിരുന്നത്. അവർക്കിടയിലേക്ക് എഴുത്തും വായനയും അറിയാത്ത ഒരു പ്രവാചകനെ അങ്ങ് പറഞ്ഞയച്ചു. യത്ലു അലൈഹിം ആയാതി, അള്ളാന്റെ ആയത്തുകൾ വഹീന്റെ അടിസ്ഥാനത്തിൽ അവർക്കങ്ങ് ഓതി കേൾപ്പിച്ചു കൊടുത്തു. വയുസക്കീഹിം, അവരെ ശുദ്ധീകരിച്ചു. ഇന്നത് ഹലാലല്ല, ഇന്നതാണ് ഹറാമ്, ഇന്നത് ചെയ്താൽ ഇന്നത് ബാധിക്കും, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ലെന്ന് അവരെ തസ്കിയത്ത് കൊടുത്തു. വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അല്ലാഹുവിന്റെ കിതാബും നബിന്റെ ഹിക്മത്തും അവിടെ പഠിപ്പിച്ചു കൊടുത്തു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു ജനതയായിരുന്നു അവര് മാറാൻ തുടങ്ങി, അവർ ആദർശത്തിലേക്ക് വരാൻ തുടങ്ങി. ഈ ആദർശത്തെ, അള്ളാഹുവിന്റെ ദീനിനെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പ് നബിനോട് കാര്യം പറയാണ്. നബിയെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കുടുംബക്കാരെ ഒക്കെ ഒന്ന് വിളിച്ചുപദേശിക്കണം. കഷ്ടത്തെ പണി നാട്ടിൽ വയലു പറയുമ്പോൾ ആദ്യത്തെ പണി നമ്മളെ വീട്ടിലാണ് തുടങ്ങേണ്ടത്. നബി തങ്ങളോട് വഹീന്റെ സംസാരങ്ങളൊക്കെ വന്ന് ഇറങ്ങി തുടങ്ങിയ സമയത്ത് നബിയെ, നിങ്ങൾ നിങ്ങളുടെ അടുത്ത കുടുംബങ്ങൾക്ക് താക്കീത് കൊടുക്കണം. ആയത്തങ്ങ് ഇറങ്ങിയപ്പോ സഫാ കുന്നിന്റെ മുകളിലേക്ക് നാട്ടുകാരെ മൊത്തം അങ്ങ് വിളിച്ചു, കുടുംബങ്ങളെ മൊത്തം വിളിച്ചു. വിളിച്ചാൽ വരും, അല്ല മീനാണ്, വിശ്വസ്തനായ 40 വയസ്സുവരെ ജനങ്ങളുടെ പൊന്നോമനയായിരുന്നു. ആ കുന്നിന്റെ മുകളിലേക്ക് കയറി ചെന്നിട്ട് അവിടെ നിന്നൊരു കാര്യം പറയുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, അല്ലമീൻ എന്ന് നിങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്നയാളാണ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസയോഗ്യമല്ലേ? എന്താ സംശയം? ഞാൻ പറയുന്നു, ലോകത്തിന്റെ സൃഷ്ടാവ് ഒരേ ഒരാളെ ഉള്ളൂ, അത് ഇലാഹായ അല്ലാഹ് മാത്രം. ആ അല്ലാഹനെ മാത്രം ആരാധിച്ചോളൂ, തുഫ്ലിഹോ, എങ്കിൽ നിങ്ങൾ ജയിക്കും. ഇത് കേട്ടപ്പോ കുടുംബക്കാരെല്ലാവരും പൂമാലയിട്ട് സ്വീകരിക്കുന്ന വിചാരിച്ചത്. ഇത് കേട്ടാൽ എല്ലാവരും കൂടി അവാർഡ് കൊടുക്കുന്നാണോ ധരിച്ചത്? അവർ നേരെ ശത്രുക്കളായി. തബ്ബല്ലകയാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം, അലിഹാദാ ജമഅതനാ, ഇത് പറയാനാണോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? നാശം ഉണ്ടാവട്ടെ എന്നാ പ്രാർത്ഥിച്ചത്. അബൂജഹലടക്കം എടുത്ത് ഉപദ്രവിക്കാൻ തുടങ്ങി. ഷാഹിരിൻ, നീ ഒരു കവിയാണെന്ന് വാദിച്ചു. സാഹിരിൻ, മായാജാലക്കാരനാണെന്ന് പറഞ്ഞു. കാഹിനിൻ, ഒരു പ്രവചനക്കാരനാണെന്ന് പറഞ്ഞു. മജ്നൂൻ, നീ ഒരു ഭ്രാന്തനാണെന്ന് തിരിച്ചു വിളിച്ചു. നമ്മുടെ നാട്ടിലുണ്ടല്ലോ പുത്തംവാദി, സ്വലാത്തില്ലാത്തോര്, ദിക്റില്ലാത്തോര്, പിന്നെന്താ നിസ്കാരമില്ലാത്തോന്, നബില്ലാത്തോന്, പരലോകമില്ലാത്തോന് ഒക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഇത്രയും നേരം നമ്മളിതൊന്നും ഇല്ല നമ്മുടെ പഠിപ്പിച്ച്. ഇതൊക്കെ ഉണ്ട്, ഒറിജിനലായിട്ടുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക നമ്മൾ ചെയ്യുന്നത്. നബി തങ്ങൾ ആദ്യം കുടുംബത്തെ വിളിച്ച് വാണിംഗ് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അവിടുന്ന് അടുത്ത ആയത്തിൽ വീണ്ടും വരുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം. എല്ലാവരോടും പറയണം. അപ്പൊ എന്താ വിചാരിക്കുക? ഉമ്മ എന്താ വിചാരിക്കുക? ഇത് എന്തിന്റെ കാര്യ? ഇത് നാട്ടില് വോട്ട് ചെയ്യേണ്ട കാര്യമല്ലല്ലോ, ഇത് പരലോകത്തെ ജയത്തിന്റെ കാര്യ. ഞാൻ സ്വർഗത്ത് പോയാൽ മതി, എന്റെ കുടുംബം ഒന്നും പോയിലേക്ക് കുഴപ്പമില്ല എന്നാണോ? എല്ലാവരോടും തുറന്നു പറയണം, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടണം. കാരണം എന്താണ്? നരകത്തിന്റെ അവസ്ഥ എന്താ? വഖൂദുഹന്നാസു വൽ ഹിജാറ, കല്ലുകളും മനുഷ്യനും കത്തിക്കുന്നതാണ് ആ നരകം. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ഷിദാദ്, ശക്തരായ മല്ലന്മാർ മലക്കുകളാണ് അവിടെ ഉള്ളത്. അലൈഹാ മലായികത്തുൻ ഗിലാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അല്ലാഹ് പറഞ്ഞതൊക്കെ അനുസരിക്കുന്നവരാണ്. ആ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം, നിന്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തണം. ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖതാദ റഹിമഹുല്ലാഹ് തഫ്സീറിൽ പറയാണ്, എങ്ങനെയാണ് കുടുംബക്കാരോട് നീ ഈ കാര്യം പറയേണ്ടത്? തഅ്മുറുഹും ബിതാഅത്തില്ലാഹ്, കുടുംബത്തോട്, മക്കളോട്, ജ്യേഷ്ഠനോട്, അനിയനോട്, എളാപ്പാനോട്, മൂത്താപ്പാനോട്, അമ്മോശനോട്, ആരോടും പറയാം. തഅ്മുറുഹും ബിതാഅത്തില്ലാഹ്, അല്ലാഹനെ അനുസരിക്കണം എന്ന് കൽപ്പിക്കാം.
അള്ളാന്റെ കാര്യങ്ങൾ അനുസരിക്കണം. അള്ളാഹ് ഖുർആനിൽ ഇങ്ങനെയാണോ പറഞ്ഞത്, നമ്മളത് അനുസരിക്കണമെന്ന് പറയണം. കുടുംബക്കാരോട് അള്ളാനെ ധിക്കരിക്കുന്ന വല്ലതും കണ്ടാൽ അരുതേ എന്ന് പറയണം. എന്താ കുഴപ്പം? ഒരു പ്രശ്നമില്ല, ആർക്കും അംഗീകരിക്കാം. അള്ളാഹനുസരിക്കണം, അള്ളാന്റെ കൽപ്പനയ്ക്ക് എതിരായി നമ്മൾ നടക്കരുത് എന്ന് കുടുംബത്തോട് പറയണം. അല്ലാമ നാസിറു സഅദി റഹിമഹുല്ല പറയാണ്, അമാഹ്മാലുൽ ഔലാദി, കുടുംബത്തിനെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്താന്ന് പറഞ്ഞ കുട്ടികളെ നല്ലപോലെ ശ്രദ്ധിക്കലാണ്. ഫളററുൻ കസീറുൻ വഖതറുഹു ഖതീർ. കുട്ടികളല്ലേ, ചെറിയവരല്ലേ, കോളേജല്ലേ, +2 അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതെല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുത്താൽ മാരകമായ അപകടകരമായ വശമായിരിക്കും നിന്റെ മക്കളിൽ വരാൻ പോണത്. കോളേജ് പോണ്ട കുട്ടികള്, കോളേജുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്താ? നമ്മളൊക്കെ പൈസ കൊടുത്ത് ചെലവഴിച്ച് നമ്മൾ ഫീസ് അടച്ച് നമ്മൾ കുട്ടികൾ പഠിക്കുന്നിടത്ത് നടക്കുന്നതൊക്കെ ഇസ്ലാമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരു ദിവസം ഒരു കോളേജിന്റെ പുറത്ത് നോട്ടീസ് ബോർഡിന്റെ താഴെ എഴുതി വെച്ചിരിക്കുകയാണ്, ടുഡേ, ഇന്ന് മാസ്ട്രുബേഷൻ ഡേ ആണ്, സ്വയംഭോഗത്തിന്റെ ദിനമാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു നല്ല കാര്യം, ഇതൊന്നും പാടില്ല എന്ന് പറയാൻ വേണ്ടിയുള്ള ദിവസമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ നോക്കുമ്പോൾ ഇതിന്റെ പോരിശ പറയാനത്ര, ഇത് ചെയ്തോളി എന്ന് പറയാനുള്ള ദിവസം അത്രേ ആ ദിവസം. എന്നിട്ട് ക്യാമ്പസിൽ അതിന്റെ പ്രചരണമാണ്. ഇതുവരെ തുടങ്ങാത്തവർക്ക് ഇത് തുടങ്ങണമെന്ന് പഠിപ്പിക്കുന്ന പ്രചരണമാണ്. ഒരു ബോർഡിൽ, ഒരു നോട്ടീസിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ടുഡേ, ഇന്നത്തെ ദിവസത്തിന്റെ സവിശേഷത, ഇന്ന് പോൺ വീഡിയോസിന്റെ ദിനമാണ്. പോൺ ഡേ എന്നാണ് പറയുക, അശ്ലീല വീഡിയോകൾ കാണാനുള്ള ദിനം. കണ്ടോളി, അത് കാണേണ്ടതാണ്, അത് അത്യാവശ്യം നല്ല സംഭവമാണെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡേ. ചെറുതും വലുതുമായ കാരണങ്ങളുടെ പേര് പറഞ്ഞ് വഴക്കിട്ട് തല്ലുകൂടി ആയുധങ്ങളെടുത്ത് ക്യാമ്പസുകളെ സമീപിക്കുന്ന പുതിയ കാലം. എല്ലാം കുട്ടികളല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് സമൂഹവും നാടുമൊക്കെ മൗനികളാകുമ്പോൾ അങ്ങനെ ചെയ്തു പോയാൽ ഫളററുൻ കസീർ, മാരകമായ അപകടമായിരിക്കും നാട്ടിൽ വരിക. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ മുറൂഹും ബിൽ മഅറൂഫി, നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. വൻഹൗഹും മുനിൽ മുൻകരി, എല്ലാ തിന്മയിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തിനെ തടുക്കണം. വലാ തദഊഹും ഹമലാ, അവരെ അവഗണിച്ച് തള്ളരുത്. അവളെ ഭാര്യ എന്ന നിലക്ക് അവൾ തോന്നുന്നത് പോലെ ജീവിക്കാൻ കയറൂരി വിടരുത്. നമ്മുടെ പെൺമക്കളെ അവൾക്ക് തോന്നിയതുപോലെ ഏത് മേക്കപ്പും അണിയാം, ഏത് കോലവും ധരിക്കാം, ഏത് സോഷ്യൽ മീഡിയയിലും പറക്കാം, എന്തും കഴിക്കാം, എന്തും കുടിക്കാം, ആരുടെ കൂടെയും എവിടെയും പോകാം, ഒരു പ്രശ്നവുമില്ല എന്ന് തോന്നിപ്പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകലാണ്. തിന്നാൻ കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, വസ്ത്രം കൊടുത്തിട്ട് നരകത്തിന്റെ വിറകാക്കി മാറ്റലായി അത് മാറുന്നത് സൂക്ഷിച്ചോ. നമ്മളെ കുടുംബത്തിന്റെ അടിത്തറയാണ് പഠിപ്പിച്ചത്. ഇവിടുത്തെ വിജയത്തിനേക്കാൾ വലിയ വിജയം നമ്മുടെ കുടുംബം പരലോകത്ത് രക്ഷപ്പെടലാണ്. ഇവിടെ പട്ടിണി കിടന്നാലും, ഇവിടെ അല്പം പ്രയാസപ്പെട്ടാലും, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണം രുചിക്കുന്നതാണ്. സുമ്മ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എല്ലാവർക്കും പൂർണ്ണമായ പ്രതിഫലം ലഭിക്കപ്പെടുന്നതാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാർ, അന്ന് നരകത്തിൽ നിന്ന് ആരാണോ രക്ഷപ്പെടുന്നത്, വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ ആരാണോ പ്രവേശിപ്പിക്കപ്പെടുന്നത്, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവാണ്, ഇത് നിസ്സാരമായ ലോകാണ്. രാവിലെ കോളേജിലേക്ക് പോകുന്ന, സ്കൂളിലേക്ക് പോകുന്ന മക്കൾ അതേപോലെ തിരിച്ചു വരുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? 2024 ഡിസംബർ മാസം ലാസ്റ്റ് ഒരു വ്യാഴാഴ്ച ദിവസം പാലക്കാട് കരിമ്പയിൽ ഒരു ടിപ്പർ ലോറി റോഡിനരികിലേക്ക് കയറി ചെന്നു. നേരെ ഇടിച്ചു കയറ്റിയത് 4 കുട്ടികളുടെ മേലേക്കാണ്. 4 9ാം ക്ലാസ്സുകാരുടെ ജീവനാ പോയത്. അല്ലാഹു എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രയെത്ര സംഭവങ്ങളാ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ അപകടങ്ങളാണ് വഴിയിൽ തേടിക്കിടക്കുന്നത്. മനുഷ്യൻ മരിക്കുമെന്ന് മാത്രമല്ല, മരിച്ചാലും ഒരു ജീവിതം വരാനുണ്ട്. ഈ ദുനിയാവ് ഒരു വിരലറ്റത്ത് സമുദ്രമൊന്ന് മുക്കിയാൽ, ആ സമുദ്രത്തിൽ മുക്കിയാൽ വിരലറ്റത്ത് കാണുന്ന ഒരു തുള്ളി വെള്ളമാണ് ദുനിയാവ്. അതിനുവേണ്ടി നീ ജീവിതം നശിപ്പിക്കല്ലേ. ലഹരി നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും നഷ്ടപ്പെടുത്തുകയാണ്.
ഒരുപാട് കുടുംബജീവിതങ്ങളെ നഷ്ടമാക്കിയ കണ്ണീരോടെ വാപ്പയും ഉമ്മയും വല്ലാതെ ഇങ്ങനെ ഒരു മകനുണ്ടായതിൽ നിരാശ പൂണ്ട് ജീവിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചതാരാ? സിഗരറ്റ് വലിക്കുന്ന വാപ്പമാരെ, നിങ്ങളുടെ മക്കൾ എന്താ കണ്ടുപഠിക്കേണ്ടത്? കഞ്ചാവും അതുപോലെ MDMA-യും രാസവസ്തുക്കളും ഇഞ്ചക്ട് ചെയ്ത് ശരീരത്തിൽ കയറ്റിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഹാൻഡ്സ് ഉപയോഗിക്കുന്ന വാർത്തകൾ നമ്മൾ കാണുകയാണ്. 7ലും 8ലും പഠിക്കുന്ന കുട്ടികൾ ഇഞ്ചക്ഷൻ തേടി നടക്കുകയാണ്. പണമുണ്ടാക്കാൻ ബൈക്ക് മോഷണം ഉണ്ടാക്കുകയാണ്, ബാറ്ററി മോഷ്ടിക്കുകയാണ്, പലതരം തട്ടിപ്പുകളിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കുടുംബത്തിന്റെ പ്രശ്നം? ലഹരി തേടിയുള്ള യാത്രയാണ്. ഒരു മണവും അറിയുന്നില്ല. പണ്ടത്തെ കാരണവന്മാരൊക്കെ എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്താൽ ഒരു മണമുണ്ടായിരുന്നു. വിയർപ്പ് പോലും അറിയില്ല, മണം പോലും അറിയാത്ത പുതിയ സിന്തറ്റിക് രാസലഹരികൾ നമ്മുടെ മക്കളുടെ ഇടയിലേക്ക് കയറി വന്നു. വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒറ്റ കാര്യം ആലോചിച്ചു നോക്ക്. എന്താ അതുകൊണ്ട് ലാസ്റ്റ് നമുക്കുണ്ടാകുന്ന ലാഭം എന്താ? ശരീരം ഇഞ്ചിഞ്ചായി പതുക്കെ പതുക്കെ നമ്മളെ കൊല്ലുകയാണ്. ഒരാൾ വിഷം കുടിച്ചാൽ നമ്മൾ അതിനോട് യോജിക്കുമോ? വിഷം കുടിച്ച 10 മണിക്കൂറുകൾക്കുള്ളിൽ അയാളുടെ ജീവൻ നഷ്ടപ്പെടുമെന്നത് ഗ്യാരണ്ടിയാണ്. എന്നാൽ ലഹരി ഉപയോഗിക്കുന്നവൻ പതുക്കെ 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 അവൻ മരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഒരുക്കി വെക്കുകയാണ്. ഏത് ലഹരിയാ? കുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ ലഹരിയും ഹറാമാണ്, നിഷിദ്ധമാണ്, എല്ലാം നിഷിദ്ധമാണ്. അതുകൊണ്ട് നമുക്കതൊരിക്കലും വിൽക്കാനും വാങ്ങാനും കൊടുക്കാനും പറ്റൂല. അതിൻ്റെ കെണിയിൽ അകപ്പെട്ട ഏതെങ്കിലും നമ്മുടെ നാട്ടിൽ ആളുകളുണ്ടെങ്കിൽ ഒത്തൊരുമയോടെ നാടൊന്ന് ഒന്നിച്ചു നിന്നിട്ട് അത്തരം ആളുകളെ സ്വകാര്യമായി കണ്ടെത്തി അവരെ കുറ്റപ്പെടുത്താനും തളർത്താനും ബഹിഷ്കരിക്കാനും ഒന്നും പോകണ്ട. സ്നേഹത്തോടെ ഒരു രോഗം പിടിച്ചതുപോലെ അവനെ ചേർത്ത് പിടിച്ച് പതുക്കെ സ്വകാര്യമായി ചികിത്സ ആരംഭിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് കൗൺസിലിംഗ് കൊടുക്കലാണ്, പിന്നീട് ചികിത്സകൾ ആരംഭിക്കലാണ്. പെരിന്തൽമണ്ണയിൽ ന്യൂ ഹോപ്പ് എന്ന എഡിക്ഷൻ സെന്റർ ഉണ്ടല്ലോ. ചെറിയ ചെറിയ പ്രായമുള്ള പെൺമക്കൾ, 9ാം ക്ലാസ്സുകാരി പെൺകുട്ടികൾ വരെ മോചനം തേടി അവിടെ സമീപിക്കുന്നുണ്ടെങ്കിൽ ഒന്നാലോചിച്ചു നോക്ക്. നമ്മൾ അറിയാതെ നമ്മുടെ മക്കൾ എന്തിലൊക്കെയോ പോവുകയാ. രാത്രി വളാഞ്ചേരിയിലും മൂടാലും കുറ്റിപ്പുറത്തും 11 മണിക്കും 12 മണിക്കും പെൺകുട്ടികൾ വിലസിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്താ കുഴപ്പം? നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ കുടുംബത്തിൽ ഇവർക്ക് വാപ്പയില്ലേ, ഇവർക്ക് ഉമ്മയില്ലേ, ഇവരെ പഠിക്കാനോ മറ്റോ പറഞ്ഞയക്കുന്നതോ ആയ ഏതെങ്കിലും ഒരു കുടുംബനാഥൻ ഉണ്ടാകില്ലേ? എവിടേക്കാണ് ഈ അലഞ്ഞു തിരിഞ്ഞുള്ള നടത്തം? എന്തിനാണ്? എന്താണ് ഈ രാത്രിയിലുള്ള കറങ്ങി നടത്തുന്ന ലക്ഷ്യം? എന്താണ്? ചോദിക്കാൻ ചെന്നവന് മുഴുവൻ സദാചാര പോലീസായിട്ട് ഓനടിച്ചു കൊല്ലുന്നല്ലാതെ പറയാൻ ആർക്കൊന്നും പറ്റില്ല. അതുകൊണ്ട് ആരൊന്നും മിണ്ടൂല. എന്ത് കണ്ടാലും എല്ലാവരും മൗനികളാ. പരസ്പരം മനസ്സിലിങ്ങനെ പറയുക, എന്താ അല്ലേ കഴിഞ്ഞു. ഇവിടെയാണ് രക്ഷിതാക്കളെ നമ്മുടെ ചുമതല. നമ്മുടെ വീടും നമ്മുടെ കുടുംബവും ഈ സമൂഹത്തിന്റെ ധാർമ്മികതയിലുമൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ ആദ്യത്തെ ചലനമുണ്ടാകേണ്ടത് ഒരു വാപ്പയാണെങ്കിൽ, ഒരു ഭർത്താവാണെങ്കിൽ, ഞാൻ എൻ്റെ ഭർത്താവ് എന്ന പൊസിഷൻ നന്നായി കൈകാര്യം ചെയ്യണം. ഭാര്യയ്ക്ക് തൃപ്തികരമായ ഒരു ജീവിതം കൊടുക്കണം, അവളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണം, അവളുടെ മനസ്സിന്റെ ശരീരത്തിന്റെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നവരാകണം. മാന്യമായ പെരുമാറ്റം ഭാര്യമാരോട് കാണിക്കണം ഭർത്താക്കന്മാരെ. നമ്മുടെ കുടുംബം നന്നാകണമെങ്കിൽ മര്യാദയോടെ മാന്യമായി നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പെരുമാറണം. അപ്പോഴേ ഒരു കുടുംബത്തിന്റെ നേതാവ് ഉണരുന്നുള്ളൂ. കുടുംബത്തിലുള്ള എല്ലാ പൾസുകളും ഒരു കുടുംബനാഥൻ അറിയണം, അവിടുത്തെ ബാധ്യതകൾ നിർവഹിക്കണം. സ്വഹാബത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരോട് എന്തൊക്കെ ബാധ്യതയാ ഉള്ളത്? നീ ധരിക്കുമ്പോൾ അവളെ ധരിപ്പിക്കണം, നീ കഴിക്കുമ്പോൾ അവളെ കഴിപ്പിക്കണം. വലാ തദ്രിബിൽ വജ്ഹ, നീ അവളുടെ മുഖത്തടിക്കരുത്. നിനക്ക് തല്ലാനും കൊല്ലാനും ഉപദ്രവിക്കാനും മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും തല്ലിക്കൊല്ലാനുള്ളതല്ല നിന്റെ ഭാര്യ. അവൾക്കൊരു ജീവനുണ്ട്, അവൾ ഹൃദയത്തിന്റെ ഉടമയാണ്, ഒരു വീട്ടിലെ ഹൃദയമാണ്. അവളെ സ്നേഹിക്കാൻ നിനക്ക് കഴിയണം, അംഗീകരിക്കാൻ നിനക്ക് കഴിയണം. 14 വയസ്സുള്ള പെൺകുട്ടിയെ കാസർഗോഡ് ജില്ലയിൽ ലഹരിക്കടിമയായ വാപ്പ തല്ലിക്കൊന്ന വാർത്ത വന്നത് ഒരാഴ്ച മുമ്പാണ്. ഇനി ഇങ്ങനെ പുതിയത് ഇങ്ങനെ കേൾക്കും. നമ്മള് കൈമലർത്തിയിട്ട് എന്ത് പറയാനാണ്? ഒരു ഭർത്താവ് എന്ന നിലക്ക് ഭാര്യയോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക. ഭാര്യമാരെ, ഭർത്താക്കന്മാരോടുള്ള നമ്മുടെ ബാധ്യതയും വലുതാണ്, ചെറുതല്ല. അമ്മായിമ്മയും അമ്മോശനും നാട്ടുകാരും അയൽവാസികളൊക്കെ നല്ല അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടൂല. നമ്മുടെ ഇണ, നമ്മുടെ ഭർത്താവ് നമ്മളെ ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന അവസ്ഥയിലേക്ക് വരണം. ഭർത്താവിനെ അനുസരിക്കുന്നതായി നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾ അങ്ങനെ മാറ്റി
മാറ്റണം. അദ്ദേഹത്തിന്റെ പൊരുത്തത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. പരസ്പരം മനസ്സും ശരീരവും പങ്കുവെച്ച് നല്ല സ്നേഹവും പരിഗണനയും കൊടുത്ത് മനോഹരമായ ദാമ്പത്യ ജീവിതം ഉണ്ടാകുമ്പോഴാണ് അതിൽ നല്ല മക്കൾ വളർന്നു വരിക. അവിടെയാണ് മക്കൾ നന്നാവല്. അവിടെയാണ് വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹീങ്ങളായ സന്താനങ്ങൾ അവിടെയാ വരുന്നത്. കുടുംബസമേതം ഖുർആൻ പഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ ശ്രമിച്ചാൽ അവിടെയാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഏറ്റവും ഖൈറായ മാർഗത്തിലേക്ക് തുറക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ കുടുംബസമേതം ഇത്തരം നന്മകളുള്ള സദസ്സുകളിലൊക്കെ പങ്കാളികളാവേണ്ടതുണ്ട്. അതിന്റെ വിജയത്തിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇതൊരു ചെറിയ പ്രദേശമാണ്, കുറഞ്ഞ ആളുകളുള്ള ഒരു ഏരിയയാണ്. നമ്മളെല്ലാവരും പരസ്പരം സഹായിച്ച് സഹകരിച്ച് ഈ ഒരു ഫണ്ട് കഴിയാവുന്ന രൂപത്തിലൊക്കെ എല്ലാവരും നമ്മളുടെ ഒരു നല്ല വിഹിതം ഇഖ്ലാസോടുകൂടെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്വതക്കയിൽ പങ്കാളികളാവണമെന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ദാമ്പത്യം മനോഹരമായെങ്കിൽ അതിലൂടെ ജനിക്കുന്ന മക്കൾ നന്നായി വളരുകയുള്ളൂ. ബാപ്പയും ഉമ്മയും നന്നാവലാണ് മക്കൾ നന്നാവാനുള്ള ഒന്നാമത്തെ മാർഗം. വീട് സമാധാനത്തിന്റെ കേന്ദ്രമായി മാറണം. അവിടെ ഇസ്ലാമിക അന്തരീക്ഷം നിലനിൽക്കണം. അവിടെ പാട്ടും കൂത്തും ഡാൻസുകളുമായി മാറരുത്. മേക്കപ്പിന്റെ അതിപ്രസരങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഇടങ്ങളായി മാറരുത്. വെഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേയും അഞ്ഞക്കല്യാണവും പച്ചക്കല്യാണവും വേണ്ടാത്ത മുഴുവൻ മാമൂലുകളുടെയും തുടക്കം കുറിക്കുന്ന കേന്ദ്രമായി വീട് മാറരുത്. വഴക്കും അതുപോലെ തന്നെ കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും തല്ലും വക്കാണവുമായി അലങ്കോലമാകുന്ന കാരുണ്യത്തിന്റെ മലക്കുകൾ കയറി വരാത്ത വീടായി നമ്മുടെ മണിമാളിക സൗധങ്ങൾ മാറരുത്. എത്ര സൗകര്യത്തിലാണ് അധ്വാനിച്ചുണ്ടാക്കുന്നത്. കൊല്ലങ്ങളുടെ അധ്വാനം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ വീടിനെ കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞത്? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ, നിങ്ങളുടെ വീട് നിങ്ങൾക്ക് ആശ്വാസത്തിന്റെ കേന്ദ്രമാണ്. ഏത് ചൂടാണെങ്കിലും ആ കൊടി പോയിട്ട് ആ ഫാൻ ഓൺ ആക്കി ഒരു 10 മിനിറ്റ് കടന്നാൽ നമുക്ക് കിട്ടുന്ന റിലാക്സേഷൻ എത്രയാണ്. ജോലി കഴിഞ്ഞ് മരം വെട്ടുന്ന പണി, കോറിയിലെ പണി, അങ്ങാടിയിലെ മുഴുവൻ പ്രശ്നങ്ങളും സഹിച്ച് കച്ചവടം ചെയ്ത് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ആ ഭാര്യ കൊണ്ടുവന്ന് തരുന്ന ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന്റെ രുചിയും ആസ്വാദനവും എന്താ? ആശ്വാസമാണ്. സ്കൂളിലെ പലതരം പ്രശ്നങ്ങൾ, ഓരോ ക്ലാസ്സും പീരീഡും മറ്റുമൊക്കെ കഴിഞ്ഞ് കുട്ടി വൈകുന്നേരം 4 മണിക്ക് ശേഷം ഓടിക്കതച്ച് വീട്ടിലേക്ക് വരാനുള്ള കാരണം എന്താ? ഉമ്മാന്റെ കന്ന് കിട്ടുന്നൊരു കുളിര്. ആ തൊടലും തലോടലും കിട്ടാതെ പോകുമ്പോഴാണ് ആരെങ്കിലും ഒന്ന് തൊട്ട് കിട്ടാൻ കുട്ടികൾ പുറത്തിറങ്ങി നടക്കുന്നു. ആ ഒരു സ്പർശനം കിട്ടാൻ, ആ ഒരു ലൈക്ക് കിട്ടാൻ, ആ ഒരു ആശംസകളും അഭിനന്ദനങ്ങളും കിട്ടാൻ മക്കൾ കൊതിച്ച് നടക്കുകയാണ്. സ്വന്തം ഉമ്മയിൽ നിന്ന് വാപ്പയിൽ നിന്ന് കിട്ടാതെ പോകുന്നത് വേറെ എവിടെങ്കിലും തേടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ലഹരി റാക്കറ്റുകൾ മാടി വിളിക്കുന്നത്, മോനെ ഞാൻ തരാടാ. അപ്പോഴാണ് സെക്സ് റാക്കറ്റുകൾ വിളിക്കുന്നത്. അപ്പോഴാണ് സിനിമ റാക്കറ്റുകൾ, നിനക്ക് സിനിമയിൽ അഭിനയിക്കണോ, നീ എൻ്റെ കൂടെ വന്നാൽ മതി, ഒരു സ്റ്റുഡിയോ ഉണ്ട് അവിടെ വന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ മൂപ്പര് പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഏത് കോലത്തിൽ നിന്ന് കൊടുക്കും. എന്തൊക്കെയാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര ചൂഷണങ്ങളിൽ നമ്മുടെ കുടുംബങ്ങൾ പെട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. വഴക്കും ബഹളങ്ങളും ഉള്ളിടത്ത് കാരുണ്യത്തിന്റെ മലക്കുകൾ പ്രവേശിക്കില്ല എന്ന ബാധ്യത എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്ത്രീകൾ അവരുടെ നമസ്കാരങ്ങൾ സമയബന്ധിതമായി ആദ്യ സമയത്ത് നമസ്കാരത്തെ കൃത്യമായി ശ്രദ്ധിക്കുക. ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മഖ്ബറകളാക്കരുത്. നമസ്കാരം ഉണ്ടാവില്ല, അവിടെ ഖുർആനോത്ത് ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ വീട് അങ്ങനെയാവരുത്. വീട്ടിൽ ഇഖ്റഊ സൂറത്തുൽ ബഖറ വ ആലു ഇംറാൻ, വീട്ടിൽ സൂറത്തുൽ ബഖറയും ആലു ഇംറാനും പാരായണം ചെയ്യണം. അത് കേട്ടാൽ തൻഫിറു ശൈത്താനു മിനൽ ബുയൂത്ത്, വീടുകളിൽ നിന്ന് പിശാചുക്കൾ ഇറങ്ങി ഓടിക്കളയുന്നതാണ്. ഇതിനൊന്നും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒഴിവില്ലല്ലോ. പണ്ട് ഇങ്ങനെ അങ്ങാടി കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ ഓത്ത് കേട്ടിരുന്നു. ഇപ്പൊ ആ ശബ്ദം കേൾക്കണില്ല. ഇപ്പൊ കുട്ടികൾ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ തോണ്ടണതിന്റെ സൗണ്ട് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ഇവിടെ നിന്നാണ് പ്രതിസന്ധികളുടെ തുടക്കം കുറിക്കുന്നത്. വീടുകളുടെ കാര്യത്തിലുള്ള ശ്രദ്ധയുണ്ടാവണം. അള്ളാഹുവിന്റെ ദീന് വളരെ കൃത്യമായി മക്കളോടുള്ള ശ്രദ്ധ, മക്കളുടെ ജീവിതത്തിൽ വാപ്പയും ഉമ്മയും ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ കുട്ടികൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്, വാപ്പാർക്കറിയില്ല, ഉമ്മാർക്ക് ബോധ്യം ഉണ്ടാവില്ല. ഒന്ന്, കുട്ടികൾ എന്ത് തിന്മകൾ ചെയ്യുമ്പോഴും അവർ നിസ്സാരവൽക്കരിക്കും. സ്കരിക്കാതെ കിടന്നുറങ്ങുന്നു. എന്താ പ്രശ്നം? അതിപ്പോ എന്താ, ഞാൻ രാത്രി 2 മണിക്ക് വന്ന് കിടന്നതല്ലേ, 3 മണിക്കല്ലേ കിടന്നത്, കളി കഴിഞ്ഞ് വന്നതല്ലേ, അതൊന്നും വളട്ടി കിടന്നോളൂ, 2 പൊറാട്ട എക്സ്ട്രാ വാങ്ങിക്കൊടുത്തു. അവൻ ഏതെങ്കിലും തിന്മകൾ ചെയ്യും. ഏത് തിന്മ ചെയ്താലും അവൻ ന്യായീകരിക്കും. അപ്പൊ ആ ന്യായീകരണമാണ് അവന്റെ മെയിൻ.
മുടി ഇങ്ങനെ ആക്കി കടന്നല് പോലെ അങ്ങനെ ഒന്ന് വെട്ടി കിടക്കും. എന്താ അത് വെട്ടാത്ത? പൈസ കൊടുത്താൽ പൈസ പോയി എന്നല്ലാതെ മുടി കുറയില്ല, സൈഡ് മാത്രം ചെത്തിവിട്ട് പോരും. പാൻറ് എന്താ അവസ്ഥ? നായ കടിച്ച പോലത്തെ പാൻറ് കൊണ്ടാവും നടക്കണത്. എന്താ കുഴപ്പം? അവിടെയും ഇവിടെയും കീറിയിട്ട് അത് മോഡലാണെന്ന് പറഞ്ഞിട്ട് നടക്കണത്. ഒരാനക്കാലും വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നിട്ട് അതിങ്ങനെ തോണ്ടി തോണ്ടി എല്ലാം കൂടി കൊണ്ട് എല്ലാ വേസ്റ്റും പിന്നെ അവസാനം പള്ളിന്റെ ഹൗദക്ക് വന്നിട്ട് ഒറ്റ കെട്ടല. ചോദിച്ചു നോക്കി, അതിനെന്താ എല്ലാവരും അങ്ങനെയല്ലോ ചെയ്യണേന് എന്താ കുഴപ്പം? എന്തും ഒരു പ്രശ്നമില്ല. ഏത് നിലക്കുമുള്ള തിന്മകൾക്ക് മുഴുവൻ നിസ്സാരവൽക്കരണം കൊടുക്കുക. ക്രഷീന്നും ബെസ്റ്റീന്നും പല പേരും പറഞ്ഞ് ഓരോരുത്തരും അവരവരുടെ തോന്നുന്നത് പോലെ കൂടെ നടക്കുക, ചെത്തിപ്പൊളിച്ച്. ബൈക്കിലാണെങ്കിൽ ബൈക്കില്, പാർക്കിലാണെങ്കിൽ പാർക്കില്, ബസ് സ്റ്റാൻഡിലാണെങ്കിൽ ബസ് സ്റ്റാൻഡില്. ആരും അറിയുന്നില്ല, വാപ്പാക്കും അറിയില്ല, ഉമ്മാക്കും അറിയില്ല. കയറൂരി നടക്കുകയാണ്. ബന്ധങ്ങൾക്കൊരു വിലയില്ല. വാപ്പാന്റെ വാപ്പയാണിത് പറഞ്ഞ എത്ര ഉള്ളൂ, ഇത് ഉമ്മാന്റെ അമ്മയാണ് പറഞ്ഞ എത്ര ഉള്ളൂ. ഓരോ പ്രശ്നം അവർക്കതൊന്നും വിഷയമല്ല. അനിയൻ അവിടെ സുഖമില്ലാതെ നടക്കുന്നുണ്ട്, അതിനിപ്പോ എന്താ? ഉമ്മ തലവേദനിച്ചിടക്കുന്നുണ്ട്, അതിനിപ്പോ ഞാൻ എന്താ കാട്ടുക? ഒരു ബന്ധങ്ങൾക്കൊരു പവിത്രതയോ ഒരു വിലയോ നമ്മുടെ മക്കൾ ഇന്ന് കാണുന്നില്ല. എന്ത് ചെയ്യും രക്ഷിതാക്കൾ എന്ന അങ്കലാപ്പോടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, കുട്ടികളുടെ ആവശ്യം എന്താണെന്നും കുട്ടികളുടെ അനാവശ്യം എന്താണെന്നും തിരിച്ചറിഞ്ഞ് പെരുമാറുക. അനാവശ്യങ്ങൾ ചെയ്തു കൊടുക്കരുത്, ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക. 16 വയസ്സുകാരൻ എനിക്കൊരു ബൈക്ക് വേണമെന്ന് പറഞ്ഞാൽ അതൊരു അനാവശ്യമാണ്. കാരണം അവൻ ലൈസൻസ്ഡ് അല്ല. 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഒരു ഐഫോൺ വേണം പറഞ്ഞ് കരഞ്ഞാൽ അതൊരു അനാവശ്യമാണ്. വാപ്പ നിർബന്ധിച്ച് വാങ്ങിക്കൊടുക്കണ്ട. നമ്മളിപ്പോൾ അങ്ങനെയല്ല, ചോദിച്ചത് മുഴുവൻ വാങ്ങിക്കൊടുക്കുകയാണ്. ഈ കുട്ടി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയും കൂടി ഉള്ളതുകൊണ്ട് എന്തിനും കയറി വിടുക. ഇവിടെയാണ് രക്ഷിതാക്കളെ നല്ല ക്ഷമയോടെ നമ്മുടെ കുട്ടികളെ കൈകാര്യം ചെയ്യണം. വാപ്പയും ഉമ്മയും മോഡലായി മാറാൻ പരമാവധി മാക്സിമം ശ്രമിക്കേണ്ടതുണ്ട്. ഒരു നല്ല കൂട്ടുകാരനെ പോലെ മക്കളോട് പെരുമാറണം. പോലീസ് ആകരുത്. നമ്മൾ കുറേ ചോദ്യം ചെയ്യൽ മാത്രം, എപ്പോൾ കണ്ടാലും ചോദ്യം ചെയ്യൽ. ഉമ്മയാണെങ്കിലോ കുട്ടികൾ രക്ഷിതാക്കളെ പറ്റിയിട്ട് മക്കൾ വന്നിട്ട് പറയും, ഉമ്മ ഭയങ്കര ചൊറയാണ് സാറേ. എന്താ ഉമ്മാന്റെ കുഴപ്പം? ഉമ്മ ഇങ്ങനെ ചൊറിഞ്ഞു കയറും. അവിടെ അതായില്ലായി, അങ്ങോട്ട് ഇതിലായി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. ഫുള്ള് വീട്ടിൽ വന്നാൽ തളർത്തുന്ന കുത്തുവാക്കുകളുമായി അഭിസംബോധന ചെയ്യരുത്. പുതിയ മക്കളെ നല്ല ക്ഷമയോടെ അവരോട് കൈകാര്യം ചെയ്യണം, ചേർത്ത് പിടിക്കണം, മുഖത്ത് നോക്കി സംസാരിക്കണം, നല്ല പോലെ അവരോട് സൗഹൃദത്തോടെ കൈകാര്യം ചെയ്യണം. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മളെന്താ ചെയ്യാ? അവനൊരിക്കലും ഗുണം പിടിക്കൂല, അവനൊരിക്കലും നന്നാകൂല. ഓളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓളൊന്നും മരിക്കാൻ കിടന്നാൽ ഒരു തുള്ളി വെള്ളം കൂടി തരൂല. ആരെ തീരുമാനിക്കാൻ? നമ്മൾ ആരത് തീരുമാനിക്കാൻ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഉ വലാ ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എതിരായി പ്രാർത്ഥിക്കരുത്. വലാ തദ്ഉ അലാ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിന് എതിരായി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം ഇത്രമാത്രം ഭദ്രമായി നമ്മൾ കെട്ടുറപ്പോടെ കൊണ്ടു നടക്കേണ്ടതാണെങ്കിൽ നമ്മളെല്ലാം ജീവിക്കുന്ന സമൂഹത്തിൽ മറ്റു ചില പ്രവണതകൾ വ്യാപിച്ചിട്ടുണ്ട്. സമൂഹത്തിന് എന്താ കുഴപ്പം? സമൂഹം തിന്മകളുടെ ജീർണതകളിലായി പെട്ടിരിക്കുകയാണ്. അനുഗ്രഹീതമായി കാണേണ്ട വിവാഹങ്ങൾ വരെ പേക്കൂത്തുകളായി നടക്കുകയാണ്. അനുഗ്രഹീതമായ ബറക്കത്താക്കപ്പെടേണ്ട കല്യാണങ്ങൾ വരെ മരണവീടുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തോന്നിവാസങ്ങൾ ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരികയാണ്. ബന്ധുക്കൾ പോയിട്ട് ജാമ്യം കൊടുക്കേണ്ട സാഹചര്യം വരികയാണ്. പുതിയ ആപ്പിളിനെ സ്വീകരിക്കാം, മയ്യത്ത് കട്ടിലാണ് കൊണ്ടുവരുന്നത്. രസമാണത്രേ, കോമഡിയാണത്രേ. ചിലപ്പോ JCB കൊണ്ടാണ് വരുന്നത്. ചിലയിടത്ത് കരിമരുന്നും പ്രയോഗങ്ങളും ഡാൻസും അതുപോലെ തന്നെ റോഡ് ഉപരോധങ്ങളും എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. എന്നിട്ട് മക്കള് പറയാണ്, ചെറുപ്പക്കാര് പറയാണ്, സാറേ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, ഇന്ന് കല്യാണമാണ്, ഇത് മരണ വീടല്ല, അതുകൊണ്ട് ഇത് ആഘോഷിക്കണം. ആഘോഷത്വരയാണ് നമ്മുടെ നാട്ടില്. എന്തെങ്കിലും ഒരു ചെറിയ കാരണം കിട്ടിയാൽ മതി, മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് മാത്രമല്ല, ലിബറലിസം അതിന്റെ പണം വിടർത്തിക്കൊണ്ടിരിക്കുകയാണ്. മതങ്ങളൊന്നും നമ്മൾ നോക്കണ്ട, നമ്മളെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിച്ചാൽ മതി. ഇഷ്ടമുള്ളവന്റെ കൂടെ നടക്കുക, ഇഷ്ടമുള്ളതെല്ലാം ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. നമുക്ക് ലഹരിയൊക്കെ ലൈസൻസായി കിട്ടാൻ പറ്റുന്ന രൂപത്തിൽ എല്ലാ വീടിന്റെ മുറ്റത്തും കഞ്ചാവ് വളർത്താനുള്ള സ്വാതന്ത്ര്യം കിട്ടണം. സ്വാതന്ത്ര്യമാണ് വലുത് എന്ന് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ നിലക്കുമുള്ള മനുഷ്യരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയും സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ്
സകല പേക്കൂത്തുകളും നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിയന്ത്രിക്കേണ്ടവർ പോലും മിണ്ടാതിരിക്കുകയാണ്. മഹല്ലുകൾ പോലും മൗനികളായിരിക്കുകയാണ്. പോലീസ് സംവിധാനങ്ങൾ വരെ ശക്തിപ്പെടുത്തേണ്ട ഒരു കാലഘട്ടത്തിൽ, നിയന്ത്രിക്കേണ്ടതിനെ നിയന്ത്രിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ പരിഹാരം തേടുകയാണ് ഇസ്ലാം പറയുന്നത്. സമൂഹത്തിൽ ഒരുപാട് ജീർണതകൾ നടക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? തആവനൂ അലൽ ബിർരി വത്തഖ്വാ, പുണ്യങ്ങളോടും നന്മകളോടും സഹകരിച്ചു കൊടുക്കുക. വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപങ്ങളോട് ധിക്കാരങ്ങളോട് തോന്നിവാസങ്ങളോട് സഹകരിക്കാതിരിക്കുക. പലതും ഉണ്ടാകും. ളുൽമിനെ സൂക്ഷിക്കുക. എല്ലാ ളുൽമും അതിക്രമമാണ്. അക്രമമുണ്ടാക്കുന്ന എല്ലാത്തിനോടും നമ്മൾ മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. സത്യത്തിന്റെ കൂടെ കൂനൂ മഅസ്സാദിഖീൻ. നാട്ടിൽ പലരും പലതിനും വിളിക്കും. നമ്മൾ എവിടെയാ നിൽക്കേണ്ടത്? സത്യത്തിന്റെ കൂടെ നിൽക്കുക. നാട്ടിൽ പല ആളുകളും പല തെറ്റായ ആവശ്യങ്ങളും മറ്റും കാര്യങ്ങളും പറഞ്ഞ് ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങൾ വരും. പലിശയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആവശ്യങ്ങൾ പലതുമുണ്ട്. സാമ്പത്തികമാണല്ലോ, കിട്ടിയ ആർക്കാ വേണ്ട? ഹലാലായിക്കൊണ്ട് കച്ചവടമാണ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത്. പലിശ നിങ്ങൾക്ക് ഹറാമാണ്. എത്ര ആളുകളാണ് ജീവനൊടുക്കിയത്? എത്ര വീടുകളാണ് ജപ്തിയിലായത്? വീട് വെക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നു, പിന്നീട് ലോൺ വിറ്റിട്ട് വീടതാ ക്ലോസ് ചെയ്യാണ്. വീടാണ് വിൽക്കുകയാണ്, എന്നിട്ട് ലോൺ ക്ലോസ് ചെയ്യാണ്. എന്താണ് അവസ്ഥ? എന്താ അത്രയും കാലത്ത് അധ്വാനം എന്താ ഉണ്ടായത്? എത്രക്കുണ്ടായാലും തീരൂല. നമ്മുടെ വീട്ടിൽ വന്ന് പറയാണ് ഇത്ര ശതമാനമുള്ളൂ, ഞങ്ങൾ ലോൺ തരാം, ഞങ്ങൾ ലോൺ തരാമെന്ന് വിളിക്കാണ്. അതാ നബി തങ്ങൾ പറഞ്ഞ വാക്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാക്കില റിബാ, പലിശ തിന്നുന്നോനും വമൂക്കിലഹു തീറ്റിപ്പിക്കുന്നോനും വകാതിബഹു എഴുതി വെക്കുന്നോനും വശാഹിദൈഹി അതിന് സാക്ഷി നിൽക്കുന്നോനും സമാണ്. സമൂഹത്തിൽ മദ്യം പെരുകുന്നുണ്ട്. പുതിയ പുതിയ ബാറുകൾ ലൈസൻസ് കൊടുക്കുകയാണ്. 10-15 കൊല്ലം മുമ്പ് ആകെ 700, 600, 400 ബാറുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ 937 ബാറുകൾ പുതുതായി ആരംഭിച്ചു. കള്ളിന് നിയന്ത്രണം കൊടുക്കുകയാണ്. എന്താ നിയന്ത്രണം? ബാറുകൾക്ക് പെർമിഷൻ കൊടുക്കുക. എന്നിട്ട് ഓണത്തിന് ഇത്ര കോടി കുടിച്ചു എന്ന് പറഞ്ഞ് റെക്കോർഡ് കാണിക്കുക. ക്രിസ്മസിന് ഇത്ര കോടി കുടിച്ചു എന്ന് പറഞ്ഞ് റെക്കോർഡ് കാണിക്കുക. നല്ല വരുമാനമാണ്. പക്ഷെ ഒന്നറിയണം, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു റിജ്സും മിൻ അമലിശ് ശൈത്താൻ. ഇത് പൈശാചികതയാണ്. കുടുംബം തകർക്കും. ഒരുപാട് മക്കൾ കണ്ണീരിലാകും. ബാപ്പാക്ക് അല്ലെങ്കിൽ അച്ഛന് മകനെ മകളെ തിരിച്ചറിയാതെ അവസ്ഥ പോകും. ഭാര്യയാണോ മകളാണോ പെങ്ങളാണോ എന്ന ചിന്തകൾ മാറും. സമൂഹത്തിൽ കൊലപാതകങ്ങൾ പെരുകും. അശ്ലീലതകൾ തോന്നിവാസങ്ങൾ വ്യാപിക്കും. മാരകമായ രോഗങ്ങൾ പെരുകും. അതുകൊണ്ട് മദ്യം നമുക്കൊരിക്കലും 10 നിലക്ക് പറ്റൂല. കുടിക്കാൻ പറ്റൂല, വിൽക്കാൻ പറ്റൂല, വിൽക്കാനുള്ള സ്ഥലം കൊടുക്കാൻ പറ്റൂല, അതിനുള്ള മരം കൊടുക്കാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ട 10 മേഖലകളും നിങ്ങൾക്ക് വിലക്കിയിരിക്കുന്നത് ഇസ്ലാം അതിന് സമൂഹത്തിന് ഒരു വല്ലാത്ത കെട്ടുറപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സമൂഹത്തിനെ ചൂഷണം ചെയ്യുന്ന പല നിലക്കുമുള്ള ആപത്തുണ്ടാക്കുന്ന വ്യക്തികളെ സൂക്ഷിക്കാൻ പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറഹ്ബാനി, പണ്ഡിത പുരോഹിതന്മാരിൽ ധാരാളം ആളുകളുണ്ട്. ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നവരാണ്. പണ്ഡിത പുരോഹിതന്മാരാണ്. ഒരു കച്ചവടമാണ്. എന്തിനെ കച്ചവടം ചെയ്യുന്നത്? ദീനിനെ. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കാൻ പറഞ്ഞു. പണ്ഡിത പുരോഹിതന്മാരെ ശ്രദ്ധിക്കണം. അള്ളാന്റെ ദീനിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുകയും ജനങ്ങളുടെ സമ്പത്ത് ചൂർന്നെടുക്കുകയും ചെയ്യുന്നവരെ സൂക്ഷിക്കണം. ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, വേദനിക്കുന്ന ശിക്ഷയുണ്ടായിരിക്കും അവർക്ക്. നമുക്ക് സാധാരണഗതിയിൽ ഒരാൾ ഖബർ സിയാറത്തിന് പോയാൽ എന്താ കിട്ടുക? ആ ഖബർ സിയാറത്ത് പോയി മരണം ചിന്തിക്കും, പരലോകമോർക്കും. ഖബർ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോരും. പക്ഷേ ഇവിടെ ഖബർ സിയാറത്ത് എന്ന പേര് പറഞ്ഞ് ഏതെങ്കിലും വ്യക്തികളുടെ അടുത്തേക്ക്, കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ പൈസ ഇടിപ്പിക്കും. കൂടെ വരുന്ന ഉസ്താദിന് ചെറുതായിട്ടൊരു ഡോസ് കൊടുക്കണം. പണം വേണം ഖബർ സിയാറത്ത് നടക്കാൻ. 500ന്റെ നോട്ട് കൊടുക്കണമെന്ന് പ്രസംഗിച്ചവർ ഇന്നും ഹയാത്തിലുണ്ട്. ഒരു ദിക്ർ ചൊല്ലിയാൽ, ഞാനുങ്ങളും ആയിരക്കണക്കിന് ദിക്ർ ചൊല്ലിയാൽ അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു പ്രശ്നവുമില്ല. പക്ഷേ ദിക്റിന്റെ വാർഷികം ഉണ്ടാക്കണം. അവിടെ ഇത്ര സ്വലാത്ത്, ഇത്ര ദിക്ർ ചൊല്ലി എന്ന് കണക്കുണ്ടാവണം. എന്നിട്ട് ഗ്രൂപ്പിൽ അത് അപ്ഡേറ്റ് ചെയ്യണം. എന്നിട്ട് മൂപ്പര് മദീനത്തേക്ക് അത് പാർസൽ അയക്കണം. അതിന് ചെലവുണ്ട്. അതിന് ദിക്റിന്റെ പെട്ടിയിൽ എല്ലാവരും ഒരു 500ന്റെ നോട്ട് ഇട്ട് കൊടുക്കണം. അതാണ് പ്രശ്നം.
സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് എത്ര പുണ്യകരമാണ്, എത്ര മഹത്തരമായ നന്മയാണ്. ഒരു സ്വലാത്തിന് 10 നന്മയാണ്. സ്വലാത്ത് ചൊല്ലാൻ മടിക്കുന്നവൻ പിശുക്കനാണ്. ഏത് സ്വലാത്ത്? ഇബ്രാഹിമി സ്വലാത്ത്, അതല്ലാതെ നാട്ടിൽ താജ് സ്വലാത്ത്, സ്വലാത്ത് വാർഷികങ്ങൾ, കെഞ്ചുൽ അർഷ്, സിൽസിൽ ബൗല്, ഇങ്ങനെ തുടങ്ങി പുതിയതായി അവനവൻ ഇഷ്ടപ്പെട്ട ആൾക്കാർ തോന്നുന്നതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്ലാമിലെ സ്വലാത്ത് അതിൽ ഒരിക്കലും കാണൂല. അതുകൊണ്ട് തന്നെ സ്വലാത്തിന്റെ പേര് പറഞ്ഞ് നാട്ടിൽ തരികിടകൾ നിന്ന് വ്യാപകമാണ്. എന്തിനാ സ്വലാത്ത്? ക്യാൻസർ മാറ്റുന്ന സ്വലാത്ത്, ഡയാലിസിസ് മാറ്റുന്ന സ്വലാത്ത്. എന്നിട്ട് ആംബുലൻസ് സ്വലാത്ത് മജ്‌ലിസിക്ക് കൊണ്ടു നിർത്തുക. ആംബുലൻസ് ഇങ്ങനെ റോഡ് സൈഡിൽ, എന്താ അവിടെ സ്വലാത്ത് വാർഷികമുണ്ട്, അവിടെ ഒന്നാ ക്യാൻസർ വരെ മാറ്റും. എന്നിട്ട് ഈ പറഞ്ഞ നടത്തുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കോഴിക്കോട് വലിയ ആശുപത്രിക്ക് നോക്കി ഓടി വരും, ഫസ്റ്റ് ഓടി വരും. എന്തൊക്കെ തരികിടകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണിന്റെ കാഴ്ചക്ക് തിമിരത്തിന് ചെറിയൊരു തിമിര രോഗം വന്നിട്ട് വരെ പെരിന്തൽമണ്ണ അബേറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയ ശൈഖുനമാരൊക്കെ എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കാതെ ഒരുപാട് മനുഷ്യർ ഈ ചൂഷണത്തിന്റെ വലകളിൽ പെട്ടുപോയി ദീനിന്റെ ഷിആറുകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. റമദാൻ മാസം വന്നാലും ഏത് മാസം വന്നാലും ഇവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതൊരു ചൂഷണ. റമദാൻ മാസം വന്നാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. അതിന്റെ 17ാമത്തെ ദിവസം വന്നാൽ പാവപ്പെട്ട ബദരീങ്ങളായ നമ്മുടെ സ്വഹാബത്തിന്റെ ചരിത്രം പറഞ്ഞ് പുളകിതരാക്കിയിട്ട് ആ ബദരീങ്ങൾ പട്ടിണി കിടന്ന് ത്യാഗം സഹിച്ച് അല്ലാഹനെ മാത്രം വിളിച്ചാരാധിക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത ശുഹദാക്കന്മാരായ ബദരീങ്ങളുടെ പേരിൽ ഇവിടെ നല്ല 313 പത്തിരിയും നല്ല ബീഫ് ഇറച്ചിയും പാചകം ചെയ്ത് തിന്നാണ്. അവിടെ പട്ടിണി കിടക്കുക, ഇവിടെ ഇറച്ചി വെച്ച് വാരി കൂട്ടി തിന്നുക. എന്നിട്ട് ബദരീങ്ങളെ ബറക്കത്തിനാൽ തുണയാക്കണം യാ റബ്ബനാ. അറബിയിലും മലയാളത്തിലുമുള്ള പ്രാർത്ഥനകൾ വായിച്ചു നോക്കിയും ബദരീങ്ങളുടെ ബറക്കത്തിനും ബദരീങ്ങളോട് തവസ്സുലാക്കിയുള്ള പ്രാർത്ഥനകളുമാണ് കാണുന്നത്. അവരാരോടാ പ്രാർത്ഥിച്ചത്? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. നിങ്ങൾ ബദറിന്റെ സമയത്ത് അല്ലാഹുവോട് ഇസ്തിഗാസ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോ നിങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. ആയിരക്കണക്കിന് മലായികത്തുകളെ ഇറക്കിയിട്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ബദരീങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. റമദാൻ കഴിഞ്ഞാൽ റമദാൻ കഴിഞ്ഞാൽ അടുത്ത മാസം ശവ്വാൽ എത്തുമ്പോഴത്തേക്ക് പിന്നീട് പുതിയ ആശയങ്ങൾ കടന്നു വരും. പിന്നീട് റബീഉൽ അവ്വൽ വന്നു കിട്ടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞായിരിക്കും അടുത്ത ചൂഷണം. നബി തങ്ങളുടെ മുടിപ്പേര് പറഞ്ഞു. മുടിയിട്ട വെള്ളമുണ്ടെന്ന് പറഞ്ഞ് സാധുക്കളായ മനുഷ്യരിൽ നിന്ന് 25,000 രൂപക്കാണ് ഒരു കുപ്പി വെള്ളം കൊടുത്തു വിറ്റത്. ഇത് പണം ഉണ്ടാക്കാനുള്ള മാർഗമായിട്ട് ദീനിനെ കാണുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അപ്പുറത്ത് മറ്റേ ടീമു എന്ന് പറഞ്ഞു, ഞങ്ങളുടെ അടുത്തുള്ള വെള്ളമുണ്ട്, അത് സെനതുള്ള വെള്ളമാണ്, അത് വില കുറവുണ്ട്, 10,000 രൂപയുള്ളൂ. മറ്റേത് ബോംബെയിലെ ജാലിയൻ വാലാന്റെ മുടിയാണ്, ആ മുടി കൊടുത്തിട്ടാണ് വെള്ളം കുടിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ മനുഷ്യനെ റബീഉൽ അവ്വൽ മാസത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് മങ്കൂസ് മൗലിദ്, ഷറഫുൽ അനാം പലതും അങ്ങോട്ട് ചൊല്ലിപ്പിക്കും. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ദീനാണ്, ഇതൊക്കെ മദ്ഹാണ്, ഇതൊക്കെ പുണ്യമാണെന്ന് വിചാരിക്കും. എന്താ പറയുന്നത്? അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫിക കദഹസൻതു ലന്നി യാ ബശീറു യാ നദീറു. നബിയേ, അങ്ങയുടെ അടിമ ഞാനിതാ വന്നിരിക്കുന്നു, എനിക്ക് പാപങ്ങൾ പുറത്തു തരേണമേ. അങ്ങയുടെ അടിമയായ ഞാൻ വന്നിരിക്കുന്നു നബിയെ. അത് മദ്ഹാണോ? ഇതൊരാൾക്ക് പറയാൻ പറ്റുമോ? നമ്മൾ നബിന്റെ അടിമകളാണോ? അള്ളാഹുവിന്റെ അടിമകളാണ്. അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. നബിയെ, അങ്ങ് പാപങ്ങൾ പുറത്തു തരുന്ന നബിയാണ്, പ്രയാസങ്ങൾ മാറ്റിത്തരുന്ന നബിയാണ്. അള്ളാഹിനെ പറ്റി പറയേണ്ടതൊക്കെ നബിനെ പറ്റി പറയാം. പ്രയാസം മാറ്റിത്തരുന്നവൻ, രോഗം മാറ്റിത്തരുന്നവൻ, പാപം പുറത്തു തരുന്നവൻ, ഇതൊക്കെ നബിയാണോ? ബാംഗ്ലൂരിൽ വെച്ചുകൊണ്ട് ഒരു നബിദിന ഘോഷയാത്ര നടക്കുന്നതിന്റെ ഇടയിൽ അത്ഭുതകരമായ ഒരു സംഭവം കാണുകയാണ്. ഒരു കുട്ടിനെ ഒട്ടകപ്പുറത്ത് കൊടുന്നിരുത്തിയിട്ടൊരു പ്രത്യേക യാത്ര, ഒരു വല്ലാത്ത മഞ്ചമൊക്കെ ഉണ്ടാക്കി ശരിയാക്കിയിട്ടുണ്ട്. ഇതെന്താണ്? ഇത് ഉണ്ണി മുഹമ്മദാണ്. ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയത് കഴിഞ്ഞ ഡിസംബർ 25 അന്ന്, ക്രിസ്മസിന്റെ അന്ന് ഇത് കൂടെ ക്രിസ്ത്യാനികൾ യാത്ര പോയിരുന്നു. ഓല് ഉണ്ണി യേശുവിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മോശമാകാൻ പാടില്ല, നമ്മൾ ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കുക. അവിടെ ഉണ്ണി മുഹമ്മദിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ പുൽക്കൂടുണ്ടാക്കുകയാണ്.
ഇപ്പൊ പലയിടത്തും തുടങ്ങിയിട്ടുണ്ട് നബി തങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് മീലാദ് കേക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. കേക്ക് ഒഴിവാക്കിയൊരു പരിപാടിയില്ല. എല്ലാവരും ബോർഡ് കൂടിയിട്ട് സ്ഥലത്തൊക്കെ ചെല്ലിട്ട് വലിയൊരു കേക്കാണ് മുറിക്കും, മഹലിന്റെ കേക്ക്. എന്നിട്ട് ആദ്യം ഖത്തീബിന്റെ വായക്കണ് വെച്ചു കൊടുക്കും. എന്താ മീലാദ് കേക്ക്, മീലാദ് ബൾബ്, മീലാദ് സ്റ്റാർ. അങ്ങനെ ചാണിന് ചാണായി മുഴത്തിന് മുഴായിട്ട് വല്ലാത്ത സ്നേഹത്തിൽ അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. റബീഉൽ ആഖിർ വന്ന പിന്നെ പള്ളികളൊക്കെ ഇതുവരെ അല്ലാഹുവേ അല്ലാഹുവേ എന്ന് വിളിക്കേണ്ട പള്ളി, വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികളിൽ അല്ലാഹുവോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. റബീഉൽ അവ്വൽ ആരോടായിരുന്നു? റമദാനിൽ ആരോടായിരുന്നു? റബീഉൽ ആഖിർ വന്നാൽ ജീലാനി ദിനത്തിന്റെ പൊടിപൂരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചു. നബി തങ്ങൾ മരിച്ചത് റബീഉൽ അവ്വലിലാണ്. നബി തങ്ങളുടെ ആണ്ട് ആഘോഷിച്ചില്ല. ഓല കലണ്ടറിൽ കൊടുക്കുന്ന ഓലുണ്ടാക്കിയതല്ലേ. എന്നാൽ റബീഉൽ ആഖിർ വന്നാൽ ജീലാനിയുടെ ആണ്ട് ആഘോഷിക്കും. ജീലാനിന്റെ ജന്മദിനം റമദാനിലായിരുന്നു. അതുകൊണ്ടില്ല ഒന്നും കിട്ടൂല, പച്ച വെള്ളം കിട്ടൂലല്ലോ. അപ്പൊ അന്ന് ആഘോഷമില്ല. റബീഉൽ ആഖിറിൽ പള്ളികളിൽ വെച്ചുകൊണ്ട് എന്താ ചൊല്ലുന്നത് പോയി ചോദിച്ചു നോക്ക്. ആ മൗലിദ് കിതാബ് തുറന്ന് വായിച്ചു നോക്ക്. എന്താ എഴുതി വെച്ചിരിക്കുന്ന? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവ. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ കറാമത്ത. നിങ്ങളൊക്കെ കൽബിന്റെ ഉള്ളിലുള്ള സകല സാധനങ്ങളും ഞാൻ അറിയുന്നവനാണ്. ഷെയ്ഖ് ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. ഏത് നിലത്തുനിന്ന് എന്നെ വിളിച്ചാലും വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം നൽകുമെന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതായിട്ടാണ് അവർ പാടിക്കൊണ്ടിരിക്കുന്നത്. അള്ള പോലും പറഞ്ഞിട്ടില്ല എവിടുന്ന് എന്നെ എപ്പോൾ വിളിച്ചാലും ഉത്തരം നൽകാന്ന്. അള്ള പറഞ്ഞിക്കണോ? അള്ള പറഞ്ഞിട്ടില്ല. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കറാമത്തുകൾ ഇങ്ങനെ പറഞ്ഞ് പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നാട്ടിൽ അങ്ങാടിയിൽ പറയാൻ പറ്റാത്തത് വരെ എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു രാത്കുളി 41 തവണ ജനാബത്ത് കുളി, ഒരു കുളിച്ചോവർ. ഒറ്റ രാത്രിയിൽ 41 തവണ ജനാബത്ത് കുളിച്ചു. ഇത് പറയാൻ പറ്റുമോ? അല്ലെങ്കിലേ നമ്മളെ പറ്റി പരാതിയാണ്. അത് കൂടെ ഇത് പോയിട്ട് മദ്ഹാണെന്ന് പറഞ്ഞിട്ട് മൈക്ക് കെട്ടി പാടി നടക്കുക. ഓരോന്ന് എഴുതി വെച്ചിരിക്കുക. അത് കഴിഞ്ഞാല് മുഹിയുദ്ദീന്മാരെ ആകെ 400 കൊല്ലത്തെ പഴക്കമുള്ളൂ. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങള് കേരളത്തിന്റെ ചരിത്രം മാത്രം വായിച്ചു നോക്കി. ആദ്യമുണ്ടായത് 105 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരള ജംഇയ്യത്തുൽ ഉലമ. പിന്നെയാണ് സമസ്ത എന്ന് പറഞ്ഞിട്ട് 100 കൊല്ലത്തെ പാരമ്പര്യമുള്ള സമസ്ത ഉണ്ടായിട്ട് 100 കൊല്ലമായിട്ടുള്ളൂ. ആദ്യം ഉണ്ടായത് KJU ആണ്. നിങ്ങൾ തിരിച്ചു മറിച്ച് ചിന്തിച്ച കുറെ ആൾക്കാരുണ്ടാവുമ്പോഴേ അല്ല. അപ്പൊ എന്തിനാണ് പുതിയത് ഉണ്ടാക്കിയതെന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഈ ഒരു വ്യത്യാസം ഇതിന്റെ എല്ലാത്തിലും കൊണ്ടുവന്ന്, ദീനിലില്ലാത്തത് കൊണ്ടുവന്ന് നിറച്ച് ജനങ്ങളെ അതിലേക്ക് ക്ഷണിച്ചു. ഈ അടുത്ത് നടന്ന സമസ്തയുടെ കുനിയയിൽ നടന്ന സമ്മേളനത്തിൽ 2 ദിവസം സ്ത്രീകളുടെ മഹാസംഗമമായിരുന്നു. പെണ്ണിന് പള്ളി പോകാൻ പറ്റില്ല. വേറെ ഏത് നാട്ടിലുള്ള എന്തിനും നടക്കാൻ പറ്റും. നമ്മളൊക്കെ പല പ്രോഗ്രാമുകൾ പലപ്പോഴും നടക്കുമ്പോൾ ചില വെള്ളിയാഴ്ചകളിൽ ആ സദസ്സിലായിരിക്കും ജുമുഅ നടക്കുക. അന്ന് ഭയങ്കര പ്രശ്നമായിരിക്കും. എങ്ങനെയാണ് ജുമുഅ ശരിയാവാന്നൊക്കെ ചോദിച്ചിരുന്നു. ഈ വെള്ളിയാഴ്ച ഗ്രാൻഡ് ജുമുഅ എന്ന് പറഞ്ഞിട്ട് കൊനിയയിലാണ് ഇവിടുത്തെ മൂടയിലും കുറ്റിപ്പുറത്തിലൊക്കെ പോയി ഖുതുബ കൂടിക്കുന്നത്. അപ്പൊ അതിന് കുഴപ്പമില്ല. ആ സദസ്സിൽ വന്നിരിക്കുന്ന മനുഷ്യരോട് പറയണെന്താ അറിയോ? അജ്മീർ ഖാജ മുഈനുദ്ദീൻ ചിശ്തി കാഴ്ച കൊടുത്ത് കണ്ണിന്റെ കാഴ്ച ശേഷി തിരിച്ചു കൊടുത്ത മഹാനാണ്. ആവശ്യമുണ്ടെങ്കിൽ ഖാജ മുഈനുദ്ദീനെ വിളിച്ചോളിയും അള്ളഹാനോട് പ്രാർത്ഥിച്ചോളിന്ന് പഠിപ്പിക്കാനല്ല ഈ സമ്മേളനം. അതൊന്ന് വായിച്ചു നോക്കി. അവർ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ എടുക്കേണ്ടത്. ഇനി അതിന് പുറമെ ഈ റബീഉൽ ആഖിർ വന്നു കഴിഞ്ഞാൽ ജീലാനിയുടെ പേര് പറഞ്ഞ് രണ്ടാമതൊരു സാധനം ഇറക്കിയിട്ടുണ്ട്. കുത്തുബിയത്ത്. 300 കൊല്ലം പഴക്കമുള്ളൂ. 12 റക്അത്ത് നിസ്കരിച്ചു ഒളു എടുത്തിട്ട് വട്ടം കൂടി ഇരുന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 1000 തവണ യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഹാദിറു ഹാദിറു ഇമ്മജ്ലിസിൽ ഹാദിറു 1000 തവണ മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത്. നമുക്കിവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് ഈ സൗണ്ട് നിങ്ങൾ കേൾക്കൂല. അത് ഓൾക്ക് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ഇല്ലാണ്ടല്ല. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ഒരു മനുഷ്യനാണ്, മഹാപണ്ഡിതനാണ്. പക്ഷേ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും പള്ളിയിൽ നിന്ന് വിളിച്ചു പറയേണ്ടത് ഷെയ്ഖിനോടല്ല.
1000 തവണ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പള്ളിയിൽ കൂടിയ മനുഷ്യന്മാര് മുഴുവൻ യാ ഗൗസ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഇങ്ങനെ സ്പിരിറ്റ് കൂടി ഇങ്ങനെ വരും. അപ്പുറത്ത് കിടക്കുന്ന അയൽവാസികൾ പരസ്പരം പറയാൻ തുടങ്ങി, ഈ പഹയന്മാർക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരവാദിയല്ല. ഞങ്ങളിതായിട്ട് ബന്ധമില്ല, ദീനിനായിട്ട് ബന്ധമല്ല, ഇമാം ഷാഫിക്ക് ബന്ധമല്ല, അഹമ്മദ് ബിൻ ഹംബലിന് ബന്ധമല്ല, സ്വഹീഹുൽ ബുഖാരിന് ഇമാം ബുഖാരിക്ക് ബന്ധമല്ല, ഇമാം മുസ്ലിമിന് ബന്ധമല്ല. ഇവിടുത്തെ കുറച്ച് ആൾക്കാർക്ക് ഇത് കൊണ്ടടക്കണതിന്റെ കേമം കൊണ്ടെടുക്കാൻ വേറൊരു പുണ്യന് പറയാല്ല. അത് കഴിഞ്ഞാൽ ഇനി ഞെട്ടിപ്പിക്കുന്ന സാധനം നമ്മുടെ നാട്ടിൽ സമൂഹത്തിന്റെ കാർന്നെടുക്കുന്ന മറ്റൊരു മാരക വേർഷനാണ് റിഫായി റാത്തീബ്. മുഹിയുദ്ദീൻ ഷെയ്ഖിനേക്കാൾ കറാമത്തുണ്ട് റിഫായി ഷെയ്ഖിന് എന്ന് പറഞ്ഞ് റിഫായി ത്വരീഖത്തുകാർ പാടിക്കൊണ്ടിരിക്കുന്ന അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കഥ കേട്ടാൽ അള്ളാഹുവിനെ വരെ തരം താഴ്ത്തുന്ന പ്രയോഗമാണ് പുസ്തകത്തിലുള്ളത്. എന്താ ഇരിക്കണേ? ഉന്നം തൂടി മുട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കീകൾ ഭീതി വേണ്ടെന്ന് ചൊന്നോവർ. റിഫായി ഷെയ്ഖ് ഉന്നം തൊടി മുട്ടി കഅബാനെ തവാഫ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ മക്കക്കാര് പറഞ്ഞു, ഇതിവിടെ നടക്കൂല, ഈ ശബ്ദമൊന്നും ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞു. ദേഷ്യം പിടിച്ചിട്ട് ഉടനെ മാദീലിൽ കൂളത്തിയാതെന്നോവർ. തന്റെ കൊണ്ടുവന്നിരിക്കുന്ന ശബ്ദം ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ആ മതിലും അങ്ങ് കുളത്തി. ദേഷ്യം പിടിച്ചിട്ട് റിഫായി ഷെയ്ഖ് പറഞ്ഞു, ഞാൻ ഇനി തവാഫ് ചെയ്യൂല, കഅബ എന്നെ തവാഫ് ചെയ്യണം. വാശി അങ്ങോട്ട് പിടിച്ചു, എന്നെ തവാഫ് ചെയ്യണം. ഇളകി തുളുമ്പുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ലാ വിളിച്ചോവർ. കഅബ കടന്നിട്ട് ഇങ്ങോട്ട് ഇളകിയിട്ട് തവാഫ് അങ്ങോട്ട് തുടങ്ങിയപ്പോ മേലെന്ന് അല്ല വിളിച്ചു, റിഫായി ഞാൻ സാരല്ല, നമുക്ക് ശരിയാക്കാം, അവിടെ പ്രശ്നം ഉണ്ടാക്കല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അല്ല അങ്ങോട്ട് പാവം കൂന്നു കൊടുത്ത് താന്നു കൊടുത്തപ്പോ നിർത്തിവെച്ചു. ഇതൊക്കെ വിശ്വസിച്ച ഞങ്ങളെ നാട്ടിലെ ആൾക്കാർ അഹ്ലു സുന്നത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പേരൊക്കെ വിളിക്കും. ഇതൊക്കെ വേണ്ടെന്ന് പറഞ്ഞ നാട്ടുകാർ പഠിക്കും, ഓ പുത്തംവാദി, തീവ്രവാദി, ഭീകരവാദി, സുന്നത്തില്ലാത്തോന്, ഔലിയാക്കളില്ലാത്തോന്, ഖബർ സിയാറത്തില്ലാത്തോന് എന്തും വെച്ച് കിട്ടും. കണ്ടാ മിണ്ടരുത്, ചിരിക്കരുത്, സലാം പറയരുത്, അവനെ കാണും, ആദ്യത്തെ ബസ്സിന്റെ മുമ്പിലുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് ഇറങ്ങിപ്പോണം. എന്തൊക്കെയാണ്! ഞങ്ങൾ മനുഷ്യന്മാരൊപ്പാണെന്ന് പറയും ചെയ്യും, ഒരു മനുഷ്യ പറ്റില്ലാത്ത പണി മൊത്തം ചെയ്യും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇത് പറയാൻ എന്താ മടി? നമുക്ക് ഒരു മടിയില്ല. അതുകൊണ്ട് ഈ കുളക്കാട് അങ്ങാടിയിലെ പ്രിയപ്പെട്ട മനുഷ്യരോട് സ്നേഹബുദ്ധിയാ പറയാനുള്ളത്. റിഫായി ഷെയ്ഖ് സദസ്സിൽ ഹാദിറാകാൻ വേണ്ടി നടത്തുന്ന റാത്തീബിന്റെ പേര് കുത്തറാത്തീബ്. എന്നിട്ട് കുത്തറാത്തീബിൽ കത്തിയെടുത്ത് ശരീരത്തിലൂടെ വരിഞ്ഞ് മുറുക്കി ബ്ലഡ് ചീറ്റിക്കുക. എന്നിട്ട് അത് മാറ്റാൻ റിഫായി ഷെയ്ഖ് വരുമെന്ന് വിശ്വസിക്കുക. ഇതൊക്കെ നാട്ടിൽ നടത്തുന്ന ആരാണ്? നല്ല പേരും ബിരുദുള്ള ആൾക്കാരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യരോട് ഇത് ചോദിക്കാൻ എന്തിനു നമ്മൾ മടിച്ചു നിൽക്കണം? എന്തെല്ലാം മാമൂലുകളാണ് നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഒരു സമൂഹത്തിന്റെ ധാർമ്മികത എന്ന വിഷയം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട. ദീനി നമ്മൾ മുറുകെ പിടിക്കണം. അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. ഇതാണ് ദീന്. ആർക്കിഷ്ടല്ലെങ്കിലും, ഭൂരിഭാഗം നമുക്കെതിരാണെങ്കിലും, മഹല്ലുകാർ എതിരാണെങ്കിലും, കുടുംബക്കാർ ചവിട്ടി പുറത്താക്കിയാലും, ഖബറിടത്തിന് നമുക്ക് പെർമിഷൻ തന്നില്ലെങ്കിലും, കല്യാണം മുടക്കിയാലും അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. നമ്മുടെ ബാധ്യതയാണ്. രണ്ട് കാര്യങ്ങൾ ഇതാ വിട്ടേച്ചു പോവുകയാണ്. നബി തങ്ങളുടെ അവസാനത്തെ പ്രസംഗത്തിൽ, ഹജ്ജിന്റെ പ്രസംഗത്തിൽ പറയാ, രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതാ ഇവിടെ വിട്ടേച്ചു പോവുക. അത് രണ്ടും മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴക്കൂല, നശിക്കൂല. കിതാബല്ലാഹി വസുന്നത റസൂലിഹി, അല്ലാഹുവിന്റെ കിതാബ്, പ്രവാചകന്റെ ചര്യ, അത് മുറുകെ പിടിച്ച് ജീവിക്കലാണ് ഒരു നല്ല സമൂഹത്തിന്റെ അടയാളം. ഒരിക്കലും അവിടെ അനീതി നടക്കൂല, അവിടെ അക്രമങ്ങൾ നടത്താൻ സമ്മതിക്കൂല. ധാർമ്മികത മുറുകെ പിടിക്കാതെ കുത്തഴിഞ്ഞ രൂപത്തിലുള്ള മതനിഷേധങ്ങളും യുക്തിവാദങ്ങളും നിരീശ്വര നിർവ്വതവാദ ഭൗതികവാദ പ്രസ്ഥാനങ്ങളുടെ കുട പിടിച്ചുകൊണ്ട് എല്ലാ സകല നീചവൃത്തികളും സമൂഹത്തിൽ കൊണ്ടുവന്നാൽ ഇവിടെ വല്ലാത്ത അക്രമങ്ങൾ വ്യാപിക്കും, ഒരുപാട് ദുശ്ശീലങ്ങൾ വ്യാപിക്കും, സമൂഹത്തിന്റെ കെട്ടുറപ്പ് നഷ്ടം
നഷ്ടപ്പെടും, കുടുംബത്തിന്റെ താളം നഷ്ടപ്പെടും, ഒരുപാട് ജീവനുകൾ നമുക്ക് അകാരണമായി പൊലിയേണ്ടി വരും. എന്തിനേറെ നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ ട്രെൻഡുകളൊന്ന് കണ്ടു നോക്കി നിങ്ങൾ. ചെറുപ്പക്കാരായ കുട്ടികൾ വരെ ഏതോ ലക്കും ലഗാനുമില്ലാത്ത ജീവിത വ്യവസ്ഥകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുക, ഭക്ഷണക്രമം മാറിക്കൊണ്ടിരിക്കുക, രാത്രി ഉറക്കമൊഴിക്കുന്നു, പകല് കിടന്നുറങ്ങുന്നു, ശരിയാവണ്ണമുള്ള അധ്വാനം പോലും ചെയ്യാതെ എന്തൊക്കെയോ അവസ്ഥകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. 9 വയസ്സുകാരൻ വരെ അറ്റാക്ക് സംഭവിച്ച് മരിക്കുന്ന കേരളത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നൊന്ന് ചിന്തിക്കണം നമ്മൾ. അതുകൊണ്ട് ഈ സമൂഹത്തിനിടയിൽ ജീവിക്കുന്ന നമുക്ക് ബാധ്യതയുണ്ട്. ഈ സമൂഹത്തോട് ഹക്ക് പറഞ്ഞു കൊടുക്കുക എന്നത്, ദഅവത്ത് നടത്തുക എന്നത്, അതിൽ എന്ത് സംഭവിച്ചാലും ക്ഷമയോടെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, നാടിന്റെ ഐക്യവും സ്നേഹവും സുരക്ഷയും ഊട്ടിയുറപ്പിക്കുക, എല്ലാ മനുഷ്യരോടും അവരുടെ മാനുഷികമായ പരിഗണനകളെ അർഹിക്കുന്ന രൂപത്തിൽ നൽകുക, മുതിർന്ന ആളുകളെ ബഹുമാനിക്കാൻ കഴിയണം, ചെറിയവരോട് കരുണ കാണിക്കാൻ കഴിയണം, അയൽവാസി ആരുമാകട്ടെ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവനെ പരിചരിക്കാനിരിക്കേണ്ടവരാണ് നമ്മൾ. കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കേണ്ടവരാണ് അവർക്ക് വേണ്ടിയിട്ട്. അവരാണ് നമുക്ക് അവർ കൊണ്ടിരിക്കുന്ന എല്ലാ അധ്വാനവും നമ്മളെ കുറിച്ച് ഓർത്ത് നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ പട്ടിണിക്കിടാതെ സംരക്ഷിച്ചവരാണെങ്കിൽ ഇന്ന് മാതാപിതാക്കൾ ചോദ്യചിഹ്നമായി പലയിടത്തും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയാണ്, ആശ്വാസ കേന്ദ്രങ്ങൾ, തണൽ കേന്ദ്രങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ. ആർക്ക് തരം താഴ്ന്ന വേർഷനുകൾ. എത്ര മനുഷ്യരാ പൈസ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നു. ഒരു പള്ളിയുടെ പിരിവിന് വേണ്ടി പണം ചോദിച്ചാൽ കൊടുക്കാൻ മടിക്കും. ഒരു പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടി ഒരു ചെറിയ സംഖ്യ ചോദിച്ചാൽ പോക്കറ്റിലേക്ക് കൈ നീളാൻ മടിക്കും. സ്വർണ്ണ തട്ടിപ്പുകളിൽ, ഓൺലൈൻ തട്ടിപ്പുകളിൽ, റമ്മി കളിച്ച്, വേറെ ചൂതാട്ടങ്ങളിൽ കളിച്ച് ലക്ഷങ്ങൾ പൊട്ടിപ്പോകുന്ന എത്ര പേരുണ്ട്. പണത്തിനോടുള്ള നമ്മുടെ ആർത്തി, ഒരു സ്വർണത്തിന്റെ താഴ്വര കിട്ടിയാലും രണ്ടാമതൊന്ന് കിട്ടാൻ മോഹിക്കുന്ന മനുഷ്യർ. ആലോചിക്കുക, മനുഷ്യന്റെ ഈ ഭ്രമങ്ങളെല്ലാം അവസാനിപ്പിച്ച് 6 അടി മണ്ണിൽ ഈ ദുനിയാവെന്ന് യാത്ര പോയി കിടക്കാനുള്ളവരാണ്. എല്ലാ സമ്പന്നന്മാർക്കും രാജാക്കന്മാർക്കും പ്രജകൾക്കും കിടക്കാനുള്ളത് 6 അടി മണ്ണിലാണ്. കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി, ഒരു ദിനമുണ്ടോ ഒരു യാത്ര, തീരമടക്കമില്ലാത്ത യാത്ര. ഒരു ദിവസം നമ്മൾ പോകും, നമ്മൾ നാട്ടിലത്തെ റോട്ടിൽ കൂടെ കാർ എടുത്തിട്ടാവില്ല, നാട്ടുകാരൊരു കട്ടിലിൽ നമ്മളെ ചുമന്നു കൊണ്ടുപോകും. കാർ പോർച്ചിൽ നല്ല കാറൊക്കെ കിടക്കുന്നുണ്ടാവും, അതൊന്നും എടുക്കാൻ ആളില്ല, മയ്യത്ത് കട്ടിലേക്ക് ചുമക്കും. വിലപിടിപ്പുള്ള ബ്രാൻഡഡ് ഷർട്ടുകളും ഡ്രസ്സുകളും മോഡലുകളും നോക്കി നടക്കുന്ന നമ്മളെ വെറും മോഡലില്ലാത്ത 3 കഫൻ പുടവയിലേക്ക് പൊതിഞ്ഞ് ചുറ്റിക്കെട്ടും. എന്നിട്ട് വലിയ വീട്ടു സൗകര്യം പോരാ, ടൈൽസ് പൊളിഞ്ഞു, ഗ്യാസ് കഴിഞ്ഞു, തക്കാളി കിട്ടിയില്ല, പഞ്ചാര കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതിയുള്ള മനുഷ്യർ 6 അടി മണ്ണിൽ ചളിമണ്ണിലേക്ക് ഇറക്കി വെക്കും. വീട്ടിൽ നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇനി ജീവിതം അവിടെയാണ്. അവിടേക്ക് എത്തുന്നതിന്റെ മുമ്പ് തസവ്വദ് മിന തഖ്വ, നല്ലപോലെ തഖ്വ ഉണ്ടാക്കിക്കോ. ഫഇന്നക ലാ തദ്രി, നിനക്കറിയൂല, ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി. ഇന്ന് രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് നമ്മളൊക്കെ വീട്ടിലേക്ക് എത്തോ? നാളെ രാവിലെ നമ്മൾ നീച്ച് ജോലിക്ക് പോകൂ? ഒന്നും പറയാൻ കഴിയില്ല. ഇന്ന് കഴിഞ്ഞാൽ നാളെ രാവിലെ പ്രഭാതത്തിൽ നീ ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റൂല. വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ, എത്ര രോഗമില്ലാത്ത മനുഷ്യരാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നു. വകം മിൻ സഖീമിൻ ആശ ഹീനും മിനദ് ദഹരി, രോഗങ്ങളില്ലാത്ത മനുഷ്യർ പെട്ടെന്ന് മരിക്കുമ്പോൾ രോഗികളായ മനുഷ്യർ എത്രയാണ് കട്ടിലിൽ കിടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അനുഭവിക്കേണ്ടവരാണ്. ആ മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് എത്ര കൊല്ലം ബർസഖിൽ നമ്മൾ കിടക്കേണ്ടതാണ്. നമ്മുടെ കർമ്മങ്ങൾ പരിശോധിക്കപ്പെടുന്ന ഒരു പരലോകമുണ്ടെന്നും സ്വർഗനരകമുണ്ടെന്നും ബോധ്യപ്പെടുന്ന ആ ധാർമ്മിക ജീവിതത്തെ കൈവെടിഞ്ഞ് പരലോകത്തെ നിഷേധിക്കുന്ന, പരലോകത്തെ പുച്ഛിക്കുന്ന, സ്വർഗത്തെ വല്ലാതെ തരം താഴ്ത്തി സംസാരിക്കുന്ന, അള്ളാഹുവിൻ്റെ ദീനിനോട് ഇസ്തിഹ്സാവും പരിഹാസവും വെച്ച് പുലർത്തുന്ന ആളുകളൊക്കെ നരകാവകാശികളായ ആളുകളോട് ചോദിക്കുന്നുണ്ട്, എന്ത് കാരണം കൊണ്ടാ നിങ്ങൾ സഖർ എന്ന നരകത്തിൽ പെട്ടത്? ഖാലു, അവര് പറയാ, ലം നകു മിനൽ മുസല്ലി, ഞങ്ങൾ നിസ്കരിക്കും
നിസ്കരിക്കൂലായിരുന്നു. മുസ്ലിം പേരൊക്കെ ഉണ്ടാവും. ഞങ്ങൾ നിസ്കരിക്കൂലായിരുന്നു. വലം നകുനു തുഇമുൽ മിസ്കീൻ, സാധുക്കൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കൂലായിരുന്നു. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, നാട്ടിൽ പല വൃത്തികേടുകളും നടന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെയുണ്ടായിരുന്നു. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, പരലോകമെന്ന ഒന്നിനെ ഞങ്ങൾ നിഷേധിച്ച് നടക്കുകയായിരുന്നു. ഹത്താ അതാനൽ യഖീൻ, തൊണ്ടക്കുഴിയിൽ മരണം വരുന്നത് വരെ ഞങ്ങൾ നിഷേധിച്ചു. അങ്ങനൊന്നില്ല, അങ്ങനൊരു പരലോകമല്ല. ഉസ്താദ്മാർ വെറുതെ പറയാണ്, അതൊക്കെ വെറുതെ പേടിപ്പിക്കാൻ പറയാണ്. അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. വെറുതെ പറയല്ല, സത്യമാണ്, റിയലാണ്. ഈ ദുനിയാവ് എത്ര സത്യമാണോ അതിനേക്കാൾ സത്യമാണ് രണ്ടാമതൊരു ജീവിതവും മരണവും പരലോകവും നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ അവിടെ വിജയിച്ചെങ്കിലാണ് യഥാർത്ഥ വിജയമുള്ളത്. അതിനുവേണ്ടി അധ്വാനിക്കലാണ് വിജയം. ആ ധാർമ്മിക മൂല്യങ്ങളും ബോധങ്ങളും പഠിപ്പിക്കുന്ന ധാരാളം തസ്ഫിയകളും വിജ്ഞാനവേദികളും അതുപോലെ അഹ്ലൻ റമദാനുകളും ഒക്കെ നമ്മുടെ നാട്ടിൽ സജീവമാകണം. QHLS-ന്റെ പഠന ക്ലാസ്സുകളിൽ കുടുംബത്തോടെ നമ്മൾ പങ്കെടുക്കണം. പീസ് റേഡിയോ എന്ന് പറയുന്ന ആപ്പ് 24 മണിക്കൂർ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഇൽമ് തരുന്ന, കൗൺസിലിംഗ് തരുന്ന, നമുക്ക് നല്ല തർബിയത്ത് തരുന്ന പ്രോഗ്രാമുകളാണ് റേഡിയോയിലുള്ളത്. പീസ് റേഡിയോ ഉപയോഗപ്പെടുത്തുക. വീഡിയോകൾ കണ്ട് മക്കൾക്കും കുടുംബത്തിനും കാണാൻ പറ്റുന്ന ജമീൽ ആപ്പ് ഉപയോഗിച്ചാൽ ഒരുപാട് വിജ്ഞാനം അങ്ങനെ കിട്ടും. നേർപ്പദം വാരിക വായിച്ചാൽ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ദീനിന്റെ യഥാർത്ഥ കാഴ്ചപ്പാട് കൊടുക്കുന്ന വാരികയുടെ വക്താക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. CRE സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. കുട്ടികൾ നന്നാകാൻ, അവർക്ക് വേണ്ടുന്ന ഇബാദത്ത് പഠിപ്പിക്കാൻ, അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ പ്രായം നോക്കി പരിഗണിച്ചുള്ള ക്ലാസ്സുകളാണ്. അത്തരത്തിൽ നടക്കുന്ന എല്ലാ മേഖലകളിലും നമ്മുടെ പങ്കാളിത്തം ഉണ്ടാകണം. വളർന്നു വരുന്ന മക്കൾക്ക് വിവാഹത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് കൊടുക്കാൻ പ്രീ മരീറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സുകൾ ശക്തമാക്കണം. മഹല്ലുകളിൽ നല്ല രൂപത്തിലുള്ള ദീനിയായ ഉണർവുണ്ടാക്കാൻ ശ്രമിക്കണം. കുളക്കാട്ട് അങ്ങാടിയിലെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ആരെയും വിമർശിക്കാനോ ആരെയെങ്കിലും ഒഴിവാക്കാനോ തടയാനോ ചീത്ത വിളിക്കാനോ ഞാൻ ഈ സംസാരത്തിൽ ഒരു വ്യക്തിയുടെ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആയത്തുകൾ ഓതിയിട്ടുണ്ട്, ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്, നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓർമ്മിക്കുക, ഉണർത്താൻ മാത്രമേ നമുക്ക് കഴിയൂ. ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, ഉണർത്തുക, ഉത്ബോധിപ്പിക്കുക, മുഅ്മിനീങ്ങൾക്ക് അത് ഉപകാരമുണ്ടാകും. എല്ലാ നിലക്കുമുള്ള മുൻധാരണകളും മാറ്റിവെച്ച് നിങ്ങൾ ആവർത്തിച്ച് ഈ സംസാരം ഒന്ന് കേൾക്കുക. നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. ഇതിന്റെ സംഘാടകരോട് വന്ന് ചോദിക്കുക. എന്ത് രേഖയാണ് ആവശ്യമെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ആവശ്യമായ രേഖകൾ തരാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ദീനൊന്ന് പഠിക്കണം. അറിയാതെ നമ്മൾ പോകരുത്. പരലോക കോടതിയിൽ നരകത്തിന്റെ മുമ്പിൽ വന്നിട്ട് ആളുകൾ പറയും, വഖാലൂ, നരകക്കാര് പറയും, ലൗ കുന്നാ നസ്മഉ, ആ ദുനിയാവിൽ പല ഉപദേശങ്ങളും വന്നപ്പോൾ ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ. കേൾക്കരുതേ എന്നാണ് നേതാക്കന്മാര് പറയുക. നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ആളിക്കത്തുന്ന നരകത്തിൽ ഞങ്ങൾ വീഴൂലായിരുന്നു. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നനാ അതഅനാ സാദതനാ വ കുബറാനാ, ഈ സയ്യിദന്മാരും കുബറാക്കന്മാരും പറയണതാണ് സത്യമെന്ന് വിചാരിച്ച് ഞങ്ങളതങ്ങനെ അനുസരിച്ച് നടന്നു. ചിന്തിക്കാനൊന്നും പോയില്ല. ഫാദല്ലൂന സബീല, അവര് ഞങ്ങളെ പിഴപ്പിച്ചു. റബ്ബേ, ഞങ്ങൾ ഇനി എന്താ ചെയ്യുക? പരലോകത്തെത്തിപ്പെട്ടല്ലോ. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്, ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണം. ഇവരാണ് ഞങ്ങളെ പിഴപ്പിച്ചത്. വൽ അൻഹും ലഅനൻ കബീറാ, വലിയ ശാപം അവർക്ക് കൊടുക്കണം. അല്ലാഹ്, ഈ വാക്ക് അവിടെ വെച്ച് പറയാതിരിക്കാൻ ഈ നാട്ടിലെ മനുഷ്യർക്ക് ഇടയ്ക്ക് ലഭിക്കുന്ന ഒരു ഉപദേശമായി മാത്രം ഇതിനെ കാണാനും, ഏതെങ്കിലും എൻ്റെ വാക്കുകൾ, എൻ്റെ സംസാരത്തിൽ ഏതെങ്കിലും പ്രയോഗങ്ങൾ നിങ്ങൾക്ക് വിഷമമുണ്ടാക്കിയെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട്, അള്ളാഹുവിലേക്ക് പൊരുത്തം ചോദിച്ചുകൊണ്ട് ഈ സദസ്സ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിന് വേണ്ടി സ്വതക്ക ചെയ്ത മുഴുവൻ മനുഷ്യർക്കും അതിൻ്റെ തക്കതായ ഹൈറായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. ഇതിനുവേണ്ടി വേദിയും സദസ്സുമൊക്കെ ഒരുക്കി തന്ന എല്ലാ സഹോദരങ്ങൾക്കും പ്രദേശവാസികൾക്കും
അള്ളാഹു അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഖൈറും ബറക്കാത്തും നൽകുമാറാകട്ടെ. പ്രായം ചെന്ന ഒരുപാട് ആളുകൾ ഈ സമയത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഈ ശബ്ദം കേൾക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടി അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണമേ. സഹോദരിമാർ ഏറെ വീട്ടിലെ പ്രയാസങ്ങളെല്ലാം മറന്ന് ഈ സദസ്സിനോട് സഹകരിച്ചുകൊണ്ട് ഇതിന് മുന്നിൽ വന്നിരുന്നവരാണ്. അള്ളാഹുവരുടെ എല്ലാ സൽക്കർമ്മങ്ങളും അവരുടെ മുറാദുകളെല്ലാം ഹാസിലാക്കി കൊടുത്തുകൊണ്ട് നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണമേ. ലഹരിയുടെയും ആത്മഹത്യയുടെയും തോന്നിവാസങ്ങളുടെയും കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറി നന്മയുടെ വക്താക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റിത്തരണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.